എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളുള്ളത് അങ്ങനെ കോഹ്ലിയുടെ കത്തിയ വർക്ക്ഷോപ്പിലാണ്. തൊട്ടപ്പുറത്ത് കത്താത്ത വർക്ക്ഷോപ്പ്, ഇത് കത്തിയ വർക്ക്ഷോപ്പ്. അത് ടു പ്ലേസ്, ഇത് കത്തിയ സ്ഥലം, കത്താത്ത സ്ഥലം. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിയൽസ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന കുപ്പി വരെ കത്തിപ്പോയി. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് അവൻ്റെ ഈ ഗാരേജിലാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ എടുത്ത സ്ഥലങ്ങളാണ് നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് നോക്കാൻ നേരത്ത് നമ്മൾ മൂന്നാറിലോ അല്ലെങ്കിൽ കൊടൈക്കനാലോ വന്ന ഫീലിംഗ് ആണ്. ഫോഗും പിന്നെ മരവും ഒക്കെ ആയിട്ട്. എന്നാലും അതല്ല, ഇതൊക്കെ ഇന്നലെ മറ്റേ ഫയർഫോഴ്സ് അടിച്ചതാ. ഗൈസ് നോക്കിയേ, അതായത് പുള്ളിക്കാരൻ അത് തന്നെ തരാനുള്ള പരിപാടിയാണ്. പക്ഷെ ഒന്നും നോക്കണ്ട, നമ്മൾ കൊണ്ടുപോയിരുന്നാൽ മതി. ഗൈസ് എന്തായാലും അവർ സംസാരിക്കട്ടെ. അതായത് നമ്മുടെ വണ്ടിയുടെ ആ ഒരു സാധനം, അതായത് ഈ കാണുന്ന കത്തിപ്പോയ വണ്ടി കണ്ടോ, ഈ കത്തിപ്പോയ വണ്ടിയുടെ ഒരു സാധനം, നമ്മുടെ വണ്ടിയുടെ ഒരു സാധനം ഒടിഞ്ഞു പോയി. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് സാധനം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവരത് കയറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സാധനം ഊരുന്നുണ്ടോ. നമ്മൾ പറഞ്ഞു നമുക്കത് വേണ്ട, ഇന്നലെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ സാധനം മതി എന്ന് പറഞ്ഞു. അല്ലടാ, ഇന്ന് ഇവിടെ തന്നെ നിൽക്കാം, ഇത് തെരുന്നോടം വരെ. അല്ല, ഈ സാധനം അവർ കയറ്റി. ലിവിൻ കഥാകൃത്തായി, എഴുത്തുകാരൻ. ലിവിൻ എഴുത്തുകാരനായി. ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെ തന്നെയുള്ള ഭയങ്കര പുകയാണ്. ഈ പുകയുടെ അടുത്തും ഫുൾ ടയറൊക്കെ കത്തി നശിച്ച് നാരണക്കല്ല. ഈ ഇതിൻ്റെ അടുത്ത് നമ്മളിവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ, അല്ല നമ്മളിവിടെ നിൽക്കുവോ? ഇതിപ്പോൾ നമ്മൾ ക്യാബിനുള്ളതെല്ലാം പോയി. ഇതിപ്പോൾ എന്നാ സംഭവം എന്നറിയാം, എല്ലാ സാധനം നമ്മുടേന്ന് പറഞ്ഞു. ഈ സാധനം കൊടുത്തു, നീ നോക്കൂ. നമ്മളിവിടുന്ന് പോകുന്നില്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഇത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് തന്നെയല്ലേ ഇവർ കയറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തു. നമ്മൾ കോഹ്ലിയെ വിളിച്ച് സംസാരിച്ചു, വളരെ ശക്തമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അല്ല, ഞാൻ ആ വണ്ടിയുടെ കീഴിലൊന്നും മാറൂല. എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരെണ്ണം തരാന്ന് പറഞ്ഞിട്ട് തന്നിലേക്ക് മാനസികമായിട്ട് ഭയങ്കര. അതായത് ഇതാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്കത് വേണ്ട, തിരിച്ച് അതിൻ്റെ തന്നെ ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അവർ ഫിറ്റ് ചെയ്യുന്നു. ഇവർ പറഞ്ഞു നമ്മളോട് ബാബുജി പറയുന്ന പോലെ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ, ബാബുജി പറയുന്ന പോലെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ അവനെ വിളിച്ചു, അവൻ പറഞ്ഞു നല്ലതിൻ്റെ തരാമെന്ന് പറഞ്ഞു. അതായത് കത്തിയേനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇത് ഈ ഫ്രണ്ട് മറ്റേ ഇതാട്ടോ, അതായത് എയർ അല്ല, ഫ്രണ്ട് എന്നാടാ ഇത് മറ്റേ ഇത് എന്നാ മറ്റേ നമ്മളെ ഇതില്ലേ, ഫ്ലൂഡ് കൊണ്ട് ബ്രേക്ക് ആയത്. അതാണ് സംഭവം. ബസ്സിൻ്റെ ഒക്കെ ഏതാ? ബസ്സിന്റെ ഫുൾ എയറാ. ഇതിന്റെ ഫ്രണ്ട് എന്താണോ ഇങ്ങനെ വരുന്നത് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ ടെക്നോളജി അങ്ങനെ. ടയറൊക്കെ കണ്ട കത്തി ഓരോ നൂൽക്കമ്പിയാണ് ഒരു ടയർ. എന്നോട് ഞാൻ പറഞ്ഞു ഇന്നലെ റൂമിൽ നിന്ന് ഇവനെ ഫുള്ള് നൂൽക്കമ്പിയാണ് കിടക്കുന്നതെന്ന്. ടയറൊക്കെ കത്തി നശിച്ചു. ഈ സാധനം മാത്രം ലോകത്തിൽ ഒരിക്കലും നശിക്കത്തില്ല. എന്റെ അറിവില് തെറ്റാണ്, എല്ലാവരും ക്ഷമിക്കണം. ക്ഷമിക്കുമല്ലോ, ലിമിന് വട്ടാണ് എല്ലാവരും പറയും. ഈ ഇരുമ്പ് ചൂടായി കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പർ നഷ്ടപ്പെടും. ഇത് ഭയങ്കരമായിട്ട് ഇന്ന് കത്തിയതല്ലേ, ആ പഴയ ടെമ്പർ ഉണ്ടാവൂല. അതെ, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം അത് റെഡിയാക്കി. ഇത് ടയറൊക്കെ താഴെ പോയിട്ട് ടയറൊക്കെ കത്തിയാവുന്നത് കിടക്കുന്നു. മേക്രോ ഇവിടെ ഇത് ഫുള്ള് ചിലയാക്കി. ഇതിന് പേപ്പറായ വണ്ടി അത്. എടാ നല്ലൊരു എല്ലാൻഡി ഉണ്ടായിരുന്നു കേട്ടോ, JCB കിട്ടില്ല. എല്ലാൻഡി JCB ഉണ്ടായിരുന്നു. JCB നല്ല എക്സ്കവേറ്റർ ഉണ്ടായിരുന്നു, കത്തിപ്പോയി. ക്യാബിൻ നമ്മൾ തരാൻ ക്യാബിനൊക്കെ ഇതായിരുന്നു കത്തി. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. അതായത് ഇതിൻ്റെ അകത്ത് നല്ല മീറ്ററുകൾ, നല്ല പിന്നെ സ്റ്റിയറിങ്ങുകളൊക്കെ നമ്മുടെ വണ്ടി ഇടുന്നു. പിന്നെ പല പല പ്ലാനിങ്ങളായിരുന്നു. സ്റ്റിയറിംഗ് പോയിട്ട് ഒരു സാധനം ഇല്ല കേട്ടോ മാറ്റിയിടാൻ. വേറെ വണ്ടികൾ വരണം. നല്ല ക്യാബിനൊക്കെ കിടക്കുന്നു. ബേക്കല്ലേ, എല്ലാം പോയി. ഇനി വരണം, വണ്ടി വന്നാലേ മാറ്റിയിടാൻ പറ്റില്ല. അവിടെ 800 മൊത്തത്തിൽ കത്തിപ്പോടാ. എനിക്കല്ല, ഇത് ഇപ്പോഴും തീ കത്തുകൂടാ. ഇതിനെ ചവിട്ടില് കേട്ടോ, ചിലപ്പോ അതോടുകൂടി ഊമ്പും. കത്തിക്കൊണ്ടിരിക്കുക, ഇപ്പോഴും ടയർ കത്തിക്കൊണ്ടിരിക്കുക. നല്ല മഴ പെയ്യണം ഇനി, നല്ല മഴ. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അത്രയും സ്ട്രോങ് ആയ ഫയർഫോഴ്സ് ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ നാട്ടിലേ ഉള്ളൂ ആ സെറ്റപ്പ്. ഇവിടെ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നെങ്കിലും വരും. ഇവിടെ ഇന്നലെ വന്ന സാധനം നിങ്ങൾ കണ്ടില്ലേ, അരിപ്പ, അതായത് ചായ ഊറ്റുന്ന അരിപ്പ്. കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ ചെയ്ത് തന്നില്ല, നമ്മൾ മാക്സിമം അത് കംപ്ലൈന്റ് അടിക്കും, എത്തേണ്ട അടുത്ത് എത്തിക്കും, മേലെ വെച്ച്. ഇവർക്ക് കമ്പ്യൂട്ടർ എന്നാ ഫോൺ എന്നാന്ന് മാക്സിമം ഒരു 50 കളിയാക്കുന്നതല്ല, 50% ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിന്റെ ഒക്കെ കാര്യമാണ് ഇപ്പോഴും ഇതേപോലെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടുത്തെ ഒക്കെ മന്ത്രിമാരൊക്കെ നടക്കുന്ന മറ്റേ LC-യില് ഇത് കണ്ടോ, ഈ വണ്ടി കത്തിപ്പോയിട്ട് ഇതിന്റെ ഇതേ ഉള്ളൂ കേട്ടോ. 800-ന്റെ ആ ഒരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, സീറ്റും കഴിഞ്ഞു. 800-ഒക്കെ കത്തിപ്പോയി. കദേശ് ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അതായത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ആയിരുന്നു അറിയോ. ഇവിടുന്ന് ഇത് കണ്ടോ, ഇവിടുത്തെ നല്ല ബോഡി കയറ്റാം. ഞാൻ പ്രതീക്ഷിച്ച് ഈ ഇതായിരുന്നു. ഏതാ ഈ ബോഡി? പോയില്ലേ, പോയി. ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് ഇവിടെയൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ കത്തി തീരാത്ത, അതിലേക്ക് നമ്മുടെ കാല് വന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഈ ബബിൾക്ക് ഒട്ടി പോലെ ഇരിക്കും. പിന്നെ ഫുള്ള് ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതുവരെ കത്തൽ തീർന്നിട്ടില്ല കേട്ടോ. ലിവിനെ എത്ര ബുള്ളറ്റ് കത്തിപ്പോയ ഇത് നോക്കി, എടുത്തോണ്ട് പോയി. ഇല്ല അവനെ ഇതിനകത്ത് ഇനി ഇഷ്ടം പോലെ കിടക്കാ ബുള്ളറ്റ്. ഗൈസ് ശരി കേട്ടോ, കണ്ടമാനം ബുള്ളറ്റ് കത്തിപ്പോയി. കണ്ടമാനം, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അതുകൊണ്ടോ കണ്ടമാനം ബുള്ളറ്റുകൾ കത്തിപ്പോയി. ഇപ്പൊ 1-2 ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല, എന്നാ
എവിടെ തീയോട് കളിക്കില്ല. അല്ല, എവിടെ ചെന്നാലും വണ്ടി പണിയുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ പണിയിക്കുക. അതെ അല്ലേ, മനസ്സിലാക്കുക. ഇതേപോലത്തെ സ്റ്റിയറിങ്ങുകളൊക്കെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു എനിക്കില്ല. ഇവനും സ്റ്റിയറിംഗ് ഒക്കെ കുറേ കഥ. ഇത് ടാറ്റയുടെയാ, ഇത് ടാറ്റയുടെ സ്റ്റിയറിംഗ്. ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ എന്ത് ചെയ്യടാ? ഇല്ല കേട്ടാ, ഇവനാകെന്ന് പറഞ്ഞാൽ നമ്മളോട് 15-ാം തീയതി വരും, 15-ാം തീയതി വരാൻ അല്ലേ. എന്നാൽ ഈ കൂടുതൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് കത്തണ്ട, നമ്മുടെ സമയം നല്ല. എല്ലാം ടാറ്റയുടെയാ. ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇവരെല്ലാം ഊരി വെച്ചടാ. ലിവിനെ ലൈലാൻഡിൻ്റെ സീറ്റൊക്കെ കുറേ പോയി. ഇനി ഉള്ളതൊക്കെ തമ്മിലടിയായിരിക്കും അവിടെ. കാരണം കുറേ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനി പാർട്സ് ഇല്ല ഇവിടെ. പാർട്സ് ഏകദേശം കതേഷ് ഫ്രണ്ടിലുള്ള പാർട്സേ ഉള്ളൂ. ബേക്കിലൊന്നും ഓർ അങ്ങോട്ട് പോകാതിരിക്കുന്നതല്ല. നമ്മൾ നമ്മുടെ വണ്ടിയുടെ സാധനം ഊരട്ടെ. ഇതുവരെ നിർത്തി കേട്ടോ, മിഷൻ ഞങ്ങൾ നിർത്തിച്ചു. ഫ്രണ്ടിൽ നിന്ന് അവർ ഊരാൻ പോവാ. ചൂടാ കത്തിയ സാധനം കയറ്റി കഴിഞ്ഞാൽ നമ്മൾ വഴിയുടെ അത് SML ബോഡി കത്തിപ്പോയതുകൊണ്ടോടാ. ഇതെനിക്ക് തരാമെന്ന് പറഞ്ഞാ പോയില്ലേ? പോയി. ഇത്ര ബൈക്കാ കത്തി കിടക്കണം നിങ്ങൾ കണ്ടോ? 1-2 ബൈക്കല്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ വായിലെ ചുവ മാറുക കേട്ടോ. ദൈവമേ, ഒക്കെ മൊത്തം കത്തി. ഇത് നോക്കടാ, ഇതെന്തെന്നാ ഇത്? ഫ്രെയിം മാത്രമേ ഉള്ളൂ, വേറൊരു സാധനമില്ല വണ്ടിയിൽ. ബാക്കി എല്ലാം കത്തിപ്പോയി. നമ്മൾ നേരെ പോവാ കേട്ടോ. അതെ, അതാ എന്നാ അതെനിക്ക് എന്താണെന്ന് മനസ്സിലായോ? SML-ന്റെ 2 2 ഡബിൾ ക്യാബിൻ. ബാക്കി മറ്റേ ട്രക്ക് പോലെ, മറ്റേ ഇതുപോലെ ബേക്കിൽ ട്രക്ക് പോലെ ആ സാധനം അതും കത്തിപ്പോയി. എന്തോരം ബുള്ളറ്റ്, എന്തോരം ബൈക്കുകൾ. ഇവരെ ഒരു സാധനം ഞാൻ രക്ഷപ്പെടുത്തി. ഞാൻ റീൽസ് എടുക്കാൻ വെച്ച സാധനം ഞാൻ ഇവിടെ നിർത്തതാ. അത് കത്തിപ്പോയായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് വെച്ചാൽ അത് കാരണം കത്തിപ്പോയില്ല. എന്നെ മരണമാണ്. മറ്റേ ഗ്രില്ല് അല്ലേ ഗൈസ്? സത്യം കേട്ടാ, ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്താ ഇതെല്ലാം ഫുള്ള് പോയി കേട്ടാ. ഫുൾ സാധനം പോയി, A to Z. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം. ഈ കുപ്പി മാത്രം അതേപോലെ ഉണ്ട്. അവർ ഊരാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ പോയി നിൽക്കുക. അല്ല പറയും ഇപ്പോൾ ഊരിന്ന് പറയും. ഹായ് ബൈ 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 ബൈ. ഹായ് പറയാനടുത്ത് ബൈ ആയോ? വണ്ടി എന്നാണ് നമ്മൾ സാധനം പറഞ്ഞ കേട്ടാ. ഇത് ഇന്നലെ വന്ന വണ്ടിയാ. ഇതിന്റെ ഫ്രണ്ടിലെ സാധനമാണ്. അവരങ്ങോട്ടല്ല കേട്ടോ വന്ന, ഫ്രണ്ടിലോട്ടാ പോകുന്നത്. മൊത്തത്തിൽ തരാന്നല്ലേ പറഞ്ഞേ? കൺഫേം ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും ഇവനെ. ആണോ? ഫുള്ള് വെള്ളം കേട്ടോ. ഇന്നലെ ഫയർഫോഴ്സിന്റെ സാധനം വന്ന പിന്നെ മൊത്തം വെള്ളം. ഇതെവിടെ ലോഡ് കയറ്റില്ല, അതിലെ പോകത്തുമില്ല. അങ്ങനെ തല വീണ തീർന്ന്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഇത് ഊരാൻ വേണ്ടി പുള്ളിക്കാരൻ വന്ന് ഓർഡർ കൊടുത്തു കേട്ടോ. ആർഡർ കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച, പക്ഷേ ആ സാധനം കയറി വരും അല്ലേ? നമ്മളോട് നമ്പർ 1 സാമാൻ എന്ന് പറഞ്ഞാൽ അത് കയറി വരും. ഈ ലീഫുകൾ കിടക്കുന്ന നോക്കിയേ, ഇതൊരു വമ്പൻ സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലെ സ്ക്രാപ്പുകാരൊക്കെ ഇവരെ കണ്ട് പഠിക്കണം. ഇവരുടെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കളികളല്ല. നമ്മുടെ അടുത്ത് 10-500 കളിയല്ലേ ഇവിടുത്തെ. കോടി 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 മാത്രമേ ഉള്ളൂ. എന്നോട് ചോദിച്ചാലേ കിधर जाएगा? दिल्ली. ये आदमी का दुकान में है ना? हाँ, ഇവരുടെ ദുക്കാൻ അവിടെ ഉണ്ട്. സാധനങ്ങൾ പാർട്സ് കയറി പോകുന്ന. നമ്മുടെ അണ്ണന്മാരോട് പറഞ്ഞു അത് വേണ്ടാന്നുള്ളത്. ദൂരെയോടോ സാധനം ഇവിടെ കത്തി കിടക്കുന്നില്ല. ഇവർക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടാ പറയായിരുന്നു. ഈ സ്ഥലം ഇവരുടെയാ. ഗൈസ്, നമ്മൾ ഇതിൻ്റെ മൊത്തം പരിപാടി തീർത്തിട്ട് പോകും. പിന്നെ നിങ്ങൾ കുറേ പേരെ കമൻറ്റ് ചെയ്യാൻ കണ്ടു. അതായത് ബാക്കി എല്ലാവർക്കും കിട്ടിയത് സ്വർണ്ണക്കട്ടി, ഞങ്ങൾക്ക് കിട്ടിയത് വെള്ളിക്കട്ടിയാന്ന്. ഗൈസ്, എല്ലാ വണ്ടി ഇങ്ങനെയാണ്. ഇവിടുന്ന് പണിത് സെറ്റപ്പാക്കി പോകുന്നു. അതായത് ഞങ്ങൾ നിങ്ങളെ ആദ്യത്തെ സ്ട്രെച്ചർ മുതൽ എല്ലാ സാധനവും കാണിക്കുന്നു. ബാക്കിയുള്ളൊരു പണി തീർന്ന സംഭവങ്ങൾ കാണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വണ്ടി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വിൽക്കണമെന്ന് ആഗ്രഹമില്ല ഈ വണ്ടിയൊന്നും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിത് തുടക്കം തൊട്ട് കാണിക്കുന്നത്. അതെ, നമ്മളിത് വിൽക്കാൻ വേണ്ടിയുള്ള വണ്ടി അല്ല, അതായത് കൊടുക്കാനുള്ളതല്ല. അപ്പം നമ്മൾ ഇതുപോലെ കാണിച്ചാൽ നമ്മൾ ആരും ഇതിപ്പം ഇത് സൂപ്പറായിരുന്ന സാധനം കിട്ടിയാൽ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കുക, ആരൊക്കെ വണ്ടി മേടിച്ചിട്ടുണ്ടോ അവരൊക്കെ ആർമിയിൽ നിന്ന് വണ്ടി കണ്ടം ചെയ്തതാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതാ ലെവൽ എന്നുള്ളത് അത് അറിയാവുന്നവർക്കറിയാം. അത് ഏത് രീതിയായിരിക്കും. അടുത്തൊരു ആർമിക്കാരുണ്ട്, ആർമിക്കാരോട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് ഏത് രീതി എന്നുള്ളത്. പിന്നെ ഇത് കച്ചവടം ചെയ്യുമ്പോൾ എല്ലാവരും അത്യാവശ്യം പണിതാണ് കൊടുക്കുന്നത്. നമ്മൾ അവിടുന്ന് വന്നത് മുതൽ നമുക്ക് എങ്ങനെയാണോ പണിത് കിട്ടുന്നത് അതുവരെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് 6 മാസം മുന്നേ നമ്മുടെ ബ്ലോഗ് കണ്ടവർക്കറിയാം ഈ വണ്ടി എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അതായത് 12 വണ്ടി ഉണ്ട്. അതായത് ഒരു വണ്ടി നല്ല നോക്കിയാണ് നമ്മൾ എടുത്തത്. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ബോഡി അല്ല നോക്കണം, അതിന്റെ എഞ്ചിന്, ഗിയർ ബോക്സ്, അങ്ങനെയുള്ള ടയർ, അങ്ങനെയുള്ള ആ സാധനങ്ങളില്ലേ, അങ്ങനത്തെ നല്ലതാണ് നമ്മൾ നോക്കേണ്ടത്. ബോഡി എന്ന് വെച്ചാൽ നമ്മൾ മാറ്റിയിടാൻ. മനസ്സിലാക്കേണ്ട കാര്യം, വണ്ടികളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അകത്ത് നല്ല എഞ്ചിനും നല്ല ഗിയർ ബോക്സും നല്ല സംവിധാനങ്ങളുള്ള
ഇന്റീരിയർ പാർട്സ് നല്ലതുള്ളത് നോക്കിയാണ് നമ്മൾ എടുക്കുക. എന്നിട്ടാണ് ബോഡിയൊക്കെ ഇവിടുന്ന് തന്നെ റെഡിയാക്കുന്നത്. അതായത് ഇപ്പം തന്നെ ഇവിടെ 2-3 വണ്ടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് മനസ്സിലാക്കുക. കുറേ പേര് പറയുന്നു നിങ്ങൾ പറ്റിക്കപ്പെട്ടു, നിങ്ങൾ പൊട്ടന്മാരാണ്, നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ എടുത്തത് തല്ലിപ്പൊളി സാധനമാണ്. ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു 20% വണ്ടി ചേസ് കട്ട് ചെയ്ത വണ്ടിയായിരിക്കും. ചേസ് കട്ട് ചെയ്ത വണ്ടി എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ചേസ് കട്ട് ചെയ്യാത്ത തന്നെ നമുക്ക് ഇവർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയ സമയത്ത് ലേലം വിളിക്കുന്ന വണ്ടികൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് 2 തരം വണ്ടികളുണ്ട്. ചേസ് കട്ട് ചെയ്ത വണ്ടി അത് പൊളിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തത് ക്യാൻസൽ ആയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചെക്കിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ചേസ് കട്ട് ചെയ്ത വണ്ടിയുണ്ട്, ചേസ് കട്ട് ചെയ്യാത്ത വണ്ടിയുണ്ട്. അതിൽ ചേസ് കട്ട് ചെയ്യാത്ത വണ്ടി വേണം നമുക്ക്. അതായത് നമ്മൾ നേരത്തെ SML ഇല്ലേ, SML ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പച്ചമലത്തിൽ പോകണം നിങ്ങൾക്ക് വിഷമം, SML തെറ്റ് പറ്റാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേസ് കട്ട് ചെയ്ത വണ്ടിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമ്മമാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റായിരുന്നത്. കാന കഴിക്കുക കേട്ടോ. അതെ, ഒരു ഫാൻ പോയില്ല കേട്ടോ. ഫാൻ പോയി. ഒരു പുള്ളി ഇവിടെ കാന, എല്ലാവരും കാന കഴിക്കുന്ന റെസ്റ്റിലാണ്. ഇനി കാന കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. റൊട്ടി, നീമ്പു और चिल्ली, रोटी, ചോലെ छोले लेके आएगा. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഈ ചേട്ടൻ്റെ. आपका क्या है? छोला, मिर्ची, लेडीज फिंगर है ना. वो क्या है? केला, रोटी. इधर क्या है? इधर ही यही है ना. അവിടെ നിന്ന് എടുത്താണ്. पूरा आदमी यही है ना. आपको सही में आपको എല്ലാവർക്കും ടിഫിൻ ബോക്സ് ആട്ടോ ഇവിടെ. അല്ലാതെ ഒരു മഴയുടെ ഒരു പിടുത്തം പിടിച്ചു കേട്ടോ. അല്ലാതെ ഇവർ എങ്ങനെ ഇതൊക്കെ ശമ്പളം കുറവല്ലേ ഇവന്? പൈസ കുറവ് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു പകുതി ശമ്പളം ഇവിടെ ഇല്ല. ഒരു ബാരിഷിൻ്റെ ഒരു ആജ് ബാരിഷാനാ. ഇന്നും നാളെയൊക്കെ ഏകദേശം നമ്മുടെ കേറ്റം തോന്നും, ദൈവം കേട്ടം തോന്നും മേളിൽ ഇരുന്ന്. അങ്ങനത്തെ മുടിഞ്ഞ ചൂടായിരുന്നു. അതെല്ലാം മാറി. എടാ ലിവിന, ഇവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ SML വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ SML ബോഡി കിടക്കുന്നത്? SML ലൈലാൻഡ് അവനെ അല്ലെന്ന്, അത് SML ആണ്. അത് SML ബോഡിയാ. SML ആരും അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടില്ല. ലൈലാൻഡാണ് ഏറ്റവും കൂടുതൽ കച്ചവടം. നമ്മുടെ SML കാര്യം തീരുമാനിക്കാൻ പറയട്ടെ, വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം കേട്ടോ. അല്ലേ, ഇവിടുത്തെ മെയിൻ മറ്റേ പുള്ളി നമ്മളോട് വന്ന് ചോദിച്ചു കേട്ടോ. എല്ലാം നമ്മൾ പറഞ്ഞു പറ്റൂല എന്ന്. ആ മെയിൻ പുള്ളിക്കാരൻ പറഞ്ഞു ഇതെങ്ങനെയാണ് നമ്മളിവിടെ താന്ന് സംസാരിച്ച പയ്യെ ഒന്ന് മാറ്റി തരുമോ, സമ്മതിക്കൂല. നമ്മുടെ അടുത്തിട്ട് കൂടെ നമ്മൾ എടുക്കും. അരെ യാർ മാറ്റി തരണം, അരെ യാ ദൂസര കച്ചറ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിത്തരും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ 2 രീതി ഇവിടെ സംസാരിക്കണം. നമ്മൾ താഴ്മയെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കൊന്നും നടത്തി തരില്ല. അപ്പൊ ഇച്ചിരി ഒച്ച കൂട്ടി സംസാരിക്കും. അതായത് ചൂടായിരുന്നു. കമന്റ് ഞാൻ കാണുന്നുണ്ടോ കേട്ടോ. കഴിഞ്ഞ ദിവസം 300 സംതിങ് കമന്റ് ഞാൻ കണ്ടു, പൊട്ടന്മാര് പറ്റിക്കപ്പെട്ടെന്നുള്ളത്. അത് ഇതിനെക്കുറിച്ച് വേറെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു കമന്റ് ഉണ്ട്. എവിടെ ആക്രിയുണ്ടോ ഈ ബുൾജെറ്റ് അവിടെയുണ്ട് ഗൈസ്. അതായത് നിങ്ങൾ മനസ്സിലാക്കി കാര്യം നിങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന വണ്ടി ആ സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പോൾ ഇറങ്ങിയ വണ്ടിയോടല്ല നമുക്ക് ആഗ്രഹം. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടായ വണ്ടി ഈ സഫാരി, അത് നമ്മൾ മേടിച്ചു. അന്ന് നമുക്ക് മേടിക്കാനുള്ള ഇതില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ലിഫ്റ്റ് തന്നതാണ് സ്ട്രോമിന്. അപ്പോൾ അന്ന് ഒരു ആഗ്രഹമുണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ സ്കോർപ്പിയോ, അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന വണ്ടികളാണ് ഞങ്ങൾ മേടിക്കുന്നത്. നമ്മുടെ സ്വപ്നമുണ്ടല്ലോ, അത് എല്ലാവർക്കും ഓരോ സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് നമ്മൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അന്ന് തന്നെ പിന്നെ പണ്ടുണ്ടായിരുന്ന ഈ ആർമി വണ്ടികളൊക്കെ ഈ 2019-20 കാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ നേരത്ത് കാണുമ്പം ഒരെണ്ണം സ്വന്തമാകണം ഭയങ്കര, അങ്ങനെയാണ് ഇത് മേടിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ആക്രി എന്ന് പറയുന്നത്, നിങ്ങൾ ആക്രി എന്ന് പറയുന്നു, പക്ഷേ നമ്മൾ അന്ന് ആഗ്രഹിച്ച വാഹനങ്ങൾ ഇന്ന് ഈ രീതിയിലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഷോറൂം കണ്ടീഷനോട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വാഹനങ്ങൾ മേടിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ വാഹനങ്ങളോട് താല്പര്യമില്ലാണ്ടല്ല. ഇതിപ്പോൾ നമ്മൾ എത്ര വലിയ അല്ലേ, നമ്മളിപ്പോൾ എത്ര വലിയവനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത് കൂട്ടൊരു വണ്ടി വേണമെന്ന് കമ്പനിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർമി ബസ്സൊക്കെ കിട്ടൂല. ഇല്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുള്ളൂ. അതെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത ദിവസം ഇവിടുന്ന് ടയറൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ടയർ നോക്കണം കേട്ടാ. നമുക്ക് ഗ്യാരേജ് അടിക്കാൻ ഇതേപോലെ ഷീറ്റ് ഇടുക. ഇത്രയും കട്ടിയൊന്നും വേണ്ട, ഇതേപോലത്തെ ഷീറ്റ് ഇട്ടാൽ മതി. എല്ലാവരും ഇതാ ഇടുന്നത്. സെന്റർ കാലിയാക്കി ഇങ്ങനെ 2 വരി അടിക്കുക. ഒരു വരി ഇങ്ങനെ, ഒരു വരി ഇങ്ങനെ, നടുക്ക് ഇതേപോലെ കാലി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഗ്യാരണ്ടി കൊടുത്താൽ നമ്മൾ പണിയുന്ന പണിക്കെല്ലാം ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടി. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അതെ, വാറണ്ടി ഗ്യാരണ്ടി, ഇതാണ് നമ്മുടെ മെയിൻ പ്രത്യേകത. നമ്മുടെ വർക്ക്ഷോപ്പ് വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വർക്ക്ഷോപ്പ് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. എന്തായാലും ഇനി അധിക നാളൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം യൂറോപ്പ് കഴിഞ്ഞു, അമേരിക്ക കഴിഞ്ഞു, ആഫ്രിക്ക കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞു. യാത്രയുടെ വെടിക്കെട്ടും കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളായിട്ട് പോകാമെന്നുള്ളൂ. അപ്പം അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് വർക്ക്ഷോപ്പാണ്.
അത് നമ്മൾ ചെയ്യും. നമുക്ക് ക്രേസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ ക്രേസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് മടുപ്പുണ്ടാവും. അറിയാവുന്ന കാര്യം, ക്രേസ് ഉള്ള കാര്യം, അതാകുമ്പോൾ നമ്മൾ പറ്റിയിരിപ്പെടൂല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ പല ബിസിനസ്സും ചെയ്തു, എല്ലാം പോട്ട്. കാരണം എന്നാ ഒരു കുടവും അതിനെക്കുറിച്ച് അറിയത്തില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു അതാണ് അത്. എടാ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഊരി തരും കേട്ടാ. ഒന്നും ഏതാ ഊരണ്ട നിങ്ങൾക്ക് അറിയാവോ? ഇതിൻ്റെ അകത്ത് സാധനത്തിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാധനം ഇതാണ് ഊരണ്ട. ആ ഒറ്റ സാധനമാണ് നമുക്ക് ഊരി എടുക്കണ്ടേ. രണ്ട് ഊരണം. നമുക്ക് ഓരോ കുപ്പിവെള്ളം മേടിക്കാം. ഇത് എന്നാ സാധനം അല്ലേ നിങ്ങൾക്ക് സ്റ്റുഡിയോയുള്ള പ്രോപ്പർട്ടിയാണ് ഇവൻ്റെ ഈ തോളത്തിരിക്കുക. ഇവൻ്റെ എഴുത്തുകാരനൊന്നും അല്ല കേട്ടോ. ഇവന് അണ്ടീന്ന് പോലും എഴുതാൻ അറിയത്തില്ല, കശുവണ്ടീന്ന് പോലും എഴുതാൻ അറിയില്ലാത്തവനായി. എനിക്കും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ പോകാൻ പറ്റില്ലടാ. അപ്പുറത്തോടെ തന്നെ ഓ ഇതെല്ലാം ഡോറ് കയറി പോകുന്ന കേട്ടോ. ഡോറ് മറ്റു പാർട്സൊക്കെ ഡൽഹിക്ക് പോകുന്ന അല്ലടാ പിന്നെ ഇവർ തന്നെ പരിപാടി അല്ല ഇവർ തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇച്ചിരി വെള്ളം മേടിക്കാണ്ട് പോവാം. നമ്മുടെ ആശാമാർ അങ്ങനെ നമ്മുടെ സാധനം ഊരാൻ തുടങ്ങി കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ് ഈ സാധനത്തിൻ്റെ കാര്യം നമ്മൾ ഉറപ്പ് വരുത്തി. ഇത് ഊരണ ഇച്ചിരി പാട്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ പൈസ കൊടുക്കും. അതെ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടെന്ന് പറയും. അങ്ങനെ ഈ സാധനം തന്നെ ഞങ്ങളാകെ അഡ്വാൻസ് മാത്രമേ എടുത്തുള്ളൂ. ഫൈനലി നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഊരും. ഈ സൈഡാണോ വേണ്ട? അല്ലല്ലോ, ആ സൈഡല്ലേ വേണ്ടേ? ഏത് അപ്പുറത്തെ സൈഡല്ലേ? മേക്രോ രണ്ട് സൈഡ് ഊരിക്കോട്ടെ, രണ്ടിനും പ്രശ്നമുണ്ട്. ഒരെണ്ണത്തിന് ബാറ്ററി കാണുന്നത്. ഇവരെവിടെയാണ് ബാറ്ററി വെക്കുന്നത്? അറിയില്ല. ബാറ്ററി നമുക്ക് തരുമായിരിക്കും. ഇല്ല, ഈ ഒരെണ്ണത്തിന് ബാറ്ററി കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ബാറ്ററി മാത്രം നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് മേടിക്കണം തോന്നുന്നു. നമ്മൾ റണ്ണിങ് കണ്ടീഷൻ അല്ല പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല. റണ്ണ് ചെയ്യുന്ന വണ്ടി എങ്ങനെയാ മറ്റേ ബാറ്ററി ഇല്ലാതെ ഓടുക? രണ്ട് ആശാന്മാരും വന്നു കേട്ടോ. ഈ ചേട്ടനും വന്നു, മറ്റേ ചേട്ടനും ഉണ്ട്. രണ്ട് ചേട്ടന്മാരും ഉണ്ട്. രണ്ട് ചേട്ടന്മാരും കൂടെ കൂടിയാണ് ഈ സാധനം മാറ്റുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ സൗണ്ടിൽ സംസാരിക്കുന്നത്? ഓവർ സൗണ്ടിൽ സംസാരിച്ചാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. സ്റ്റെപ്പിന് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാറ്ററി ഇല്ലാതെ വണ്ടി എങ്ങനെ ഓടുന്നത്? അവരെന്താ പറഞ്ഞാൽ വണ്ടി ഇറങ്ങാൻ നേരത്തെ ഇതില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഗൈസ് നമ്മുടെ ടയർ ഊരും കേട്ടോ ആശാന്മാർ. ഇതിങ്ങനെ ഊരാൻ പറ്റുള്ളൂ. ഊരുന്നുണ്ടല്ലേടാ? ഊരുന്നുണ്ട്. ആ ഗണ്ണുണ്ടാകുന്ന പട്ട കാര്യങ്ങൾ നടന്നാൽ ആ ഗണ്ണ് വെച്ച് അടിച്ചായിരുന്ന ഇവരിപ്പം ചക്രശ്വാസം വലിക്കേണ്ട വന്നാണ്. ചക്രശ്വാസം വലിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വേണം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാൻ. അല്ല ഇവനെ ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഊരാൻ പാടാന്ന്. ഈ ക്യാബിൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ക്യാബിനാ. സൈഡൊക്കെ അല്ല, അത്യാവശ്യം പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്യാബിനാ. അത് ഇല്ല, കുഴപ്പമില്ലാത്ത ക്യാബിനാട്ടെ ഈ ക്യാബിൻ. മാറ്റി കയറുന്നോ? നമുക്ക് വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്തായാലും ഈ ക്യാബിൻ മൊത്തത്തോടെ ഒരു പൊളിക്കുമല്ലോ. ഇവിടെ എടുത്തു പോകും. ആ കാരണം നമുക്കൊരു മാർക്കിട്ടിട്ട് പോവാം. കണ്ടറിയാം 10 അല്ലേ? ആ ഗൈസ് ആശാമാർ ഇത് ഊരിട്ട് കേട്ടോ. ആശാമാർ ഇത് ഊരിട്ട് എൻ്റെ സാധനം സമ്മതിക്കണം കേട്ടോ. വലിയ ശമ്പളമൊന്നും ഇല്ല പാവങ്ങൾക്ക്. 500 വിചാരിക്കുന്ന 500 കണ്ടുള്ളൂ ഡെയിലി അല്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിലോ മുമ്പിക്കോളം പറയും പണിക്കാർ അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി എന്തായാലും അവരിത് ഓരോന്നായിട്ട് ഊരൂരി ഇത് ഊരൂരി എടുക്കട്ടെ കേട്ടോ. ഈ ടയർ ഊരൂരി എടുക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളും സംഭവങ്ങളും നോക്കാൻ വേണ്ടി. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ് ഊരുന്നത്, എന്താണ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് മൊത്തം സാധനം ഊരി എടുത്തിട്ട് നിങ്ങൾക്ക് തന്നുവിടും. എന്നിട്ട് ആ സാധനം ഇവിടെ തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ കുറച്ച് ഇവിടെ ഭയങ്കര ലിച്ചിയുടെ സീസണാണ്. ലിച്ചി മേടിച്ചു, കൈ മൊത്തം ഒട്ടു കേട്ടോ. ലിച്ചി എൻ്റെ ദൂരം കളഞ്ഞോ? ലിച്ചി എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു. തന്നെ മുട്ടായിയാ സബ് കുച്ച് ആദ്മിക്ക് നോക്കൂ. അതായത് നമുക്കിത് ഊരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ എന്താണ് മാറ്റുന്നത്, എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്ക് ഷൂ, അതിൻ്റെ എല്ലാ സാധനം. അതിൻ്റെ ഫ്രണ്ട് ഫ്ലൂഡ് ബ്രേക്കാണ്. അപ്പോൾ ഫ്ലൂഡ് ബ്രേക്ക് ആയതുകൊണ്ട് എങ്ങനെയാണ് സംഭവങ്ങൾ, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, നമുക്ക് ഊരിയെടുക്കുന്ന സാധനങ്ങൾ എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ വീക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പുകയടിച്ച് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറോളം നിൽക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ഗൈസ്. ഇപ്പം ആ പുകയുടെ കാരണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇതെങ്ങനെയാ സംഭവം? അത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇന്നലെ നമ്മൾ വണ്ടി കണ്ടിട്ട് പറഞ്ഞ് കൊള്ളൂരെന്ന് പറഞ്ഞില്ല. അവർ നല്ല വണ്ടിയുടെ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ പൂരും, എന്നിട്ട് അങ്ങോട്ട് ഇടും. ഈ സാധനമൊക്കെ ഇപ്പോൾ ഇതിൻ്റെ നല്ലതാണ്. അങ്ങനെ ആക്കി നല്ല സാധനങ്ങൾ മൊത്തം ഞങ്ങൾ വണ്ടി കയറ്റിയത് അല്ലേ? ഇതേ ഇവിടെ നിന്നൊരു വണ്ടി പോകുന്ന അതാ അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആ കാണുന്നത്. നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞാൽ കാണാം. അതും ഇതേപോലെ തന്നെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അത് തുടക്കമേ കാണുന്നുള്ളൂ. നിങ്ങൾ അതിൻ്റെ ഒടുക്കം കണ്ടിട്ട് സംസാരിക്കുക. അതായത് ഇവിടുന്ന് കിട്ടുന്ന വണ്ടിയുടെ രൂപം നിങ്ങളോട് പറഞ്ഞു. ഇനി അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പണിത് അതിൻ്റെ നിങ്ങളോട് അതിനൊന്നും പൈസ കൊടുക്കണ്ട. അത് പണിതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അതായത് ഇപ്പൊ അത് കണ്ട വണ്ടി 90% പണി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 20% പോലും പണി കഴിഞ്ഞിട്ടില്ല. 10% കഴിഞ്ഞിട്ടില്ല. ഇല്ല. നമ്മുടെ വണ്ടി മാറ്റുക കേട്ടോ. നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ സ്പെയർ എടുക്കുന്ന വണ്ടി. അതായത് അവിടെ നമുക്ക് പണിയാൻ പറ്റുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ പിന്നെ ക്രെയിൻ ഉള്ളതുകൊണ്ട് എല്ലാം ഫടാഫട്ട് പരിപാടി. എങ്ങനെയാണ് വണ്ടി ഇവിടെ നശിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇവർ ഓടിക്കൊന്നുമില്ല, ക്രെയിനും കൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ പല ഇവന് ഇത് സ്ക്രാപ്പ് കടയല്ലേടാ. ഇവർ ആ രീതിയിലെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇതുണ്ടോ പൊക്കുന്നുണ്ടോ? പൊക്കി അത് കറക്റ്റ് അവർ പൊക്കി അതിനവിടെ നിന്ന് ഇപ്പം മാറ്റും. അതാണ് അവർ സെറ്റപ്പ്. മാറ്റി അവിടെ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. സാധനം എടുത്ത് ആ ലോറിയെ തട്ടാതെ വേണം മാറ്റാൻ വേണ്ടി. ലോറിയെ തട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാടുപെടും. പൊക്കി മാറ്റും അവിടെ നിന്ന്. എന്നാലേ ആക്സിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ആ സാധനം അത് പൊക്കി
അത് പൊക്കി കഴിഞ്ഞിട്ട് അടിയിൽ മറ്റേ സാധനം വെക്കുക. ഡേഞ്ചറാന്നറിയോ, അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ പരിപാടി പാളിപ്പോകും. ഓ, ജാക്കി ഇല്ലാതെ ആ സാധനം വെക്കാൻ വേണ്ടിയല്ലേ? ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സേഫ്റ്റി ആണെന്ന് പറഞ്ഞത്. ജാക്കി എപ്പം വേണം തെന്നിപ്പോയി, ഇതാണ് ഒരിക്കലും തെന്നിപ്പോയിരുന്നു. ആ, വീലിന്റെ സാധനം അല്ലേ? വീലിന്റെ സാധനങ്ങൾ ഇനിയിപ്പോ താത്തും. ഓ, സ്പേസായി സാധനം താന്നു. ആ, ഇല്ല, അതിന്റെ നടുക്ക് വേണം. ഇല്ല, പൊക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പൊക്കാൻ പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ടില്ല. അതാ സംഭവം. അതതിന്റെ നടുക്കോട്ട് കയറ്റി വെക്കണം. മേസ്തിരി അങ്ങനെയൊന്നുമില്ല ഇവിടെ. പണി അറിയാവുന്ന കാര്യം അറിയാവുന്ന കാര്യം അറിയുന്ന കാര്യക്കാരൻ, കയ്യൊക്കെയുള്ളതും കാര്യക്കാരൻ. ഗൈസ്, അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓരോന്നോരോന്നായിട്ട് ഇറക്കി താഴോട്ട് വെക്കുന്നു. ഇപ്പം കറക്റ്റായി. അവരങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അവരവരുടെ കാര്യം നോക്കി ചെയ്യുള്ളൂ. കാരണം അവർക്കറിയാം ഇവിടുത്തെ അവസ്ഥ. വണ്ടിയുടെ സാധനങ്ങൾ അങ്ങനെ ഇവർ ഊരുകയാണ്. ഓരോന്ന് ഇത് ഊരേണ്ടതായ രീതിയുണ്ട്. ഇതിന് ടൂൾസ് ഒന്നുമില്ല ഇവരുടെ അടുത്ത്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് വേണം സാധനങ്ങൾ ഇവർക്ക് ഊരിയെടുക്കാൻ വേണ്ടി. മേളിൽ നിന്നാണ് കാലൻ അവിടെ നിന്നെല്ലാം വലിച്ചെറിയുക. ശ്രദ്ധിച്ച് എറിയടാ, അല്ലേ ലിവിനെ? നേരത്തെ ദേഹത്ത് വീരുണ്ടായിരുന്നു. ഗൈസ്, നോക്കുന്നൊന്നും കുഴപ്പമില്ല. ബോൾ ദിയ. അതായത് നമ്മുടെ സാധനം ഊരാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങളിങ്ങനെ വാഹനം മേടിക്കണമെങ്കിൽ ഇവിടെയുള്ള സ്ഥലങ്ങളിലെ അവൈലബിലിറ്റി നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ മാസങ്ങളോളം പേപ്പർ ആവാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ഓടി വന്നാൽ കിട്ടുന്ന സംഭവമല്ല. നിങ്ങൾ അവിടുന്ന് ഒരു വീഡിയോ നോക്കാൻ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇതിങ്ങനെ സ്ക്രാപ്പാണല്ലോ, തല്ലിപ്പൊളിയാണല്ലോ, അങ്ങനെയാണെന്ന്. ഇത് കിട്ടുന്ന രീതിയാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. പണിതെടുക്കുന്നതോളം വരെയുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരു വാഹനം എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം. അത് മാസങ്ങളോളം നമ്മൾ അതിന് വെയിറ്റ് ചെയ്യണം പേപ്പർ ആകാൻ വേണ്ടി. അങ്ങനെ പേപ്പറായി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പണിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ സ്വന്തമാക്കാം. അല്ലാതെ മറ്റു വാഹനങ്ങൾ പോലെ പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റിയൊരു പരിപാടിയല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഇതിനെല്ലാം മോഹവലയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ ആൾക്കാർ വിചാരിച്ചു ഇവിടെ ആർമി ബുള്ളറ്റ് കിടപ്പുണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഉദാഹരണമാണ് പറയുന്നത്. ആർമി ബുള്ളറ്റ് നിങ്ങൾക്ക് 15,000, 20,000, 8,000 രൂപ കിട്ടുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ 80 തൊട്ട് 1 ലക്ഷം രൂപ ആ സ്ക്രാപ്പ് കണ്ടീഷൻ കൊടുക്കണം. പിന്നെ നിങ്ങൾ പണിയെടുക്കണം, അതിൻ്റെ പേപ്പർ റെഡിയാക്കണം, അതിൻ്റെ ട്രാൻസ്പോർട്ടിലും കൂടെ നല്ല പൈസ. അതായത് ഇതിനോടൊരു ക്രൈസ്, ഇത് തന്നെ വേണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ എന്താ പറയുക, അത്ര ആവില്ല ഇത്ര ആവില്ല നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ, അതായത് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടണം. അപ്പോൾ അതിന് പകരം മോശം സാധനങ്ങൾ കിടക്കുമ്പോൾ അത് മാറ്റിയിടിക്കലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളോടത് പറഞ്ഞതേ ഉള്ളൂ. അതായത് കുറേ ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ നമ്മുടെ ഒരു കേസുണ്ട്, അത് തീർത്തോണ്ടിരിക്കുക കേട്ടോ. വട്ടമേശ സമ്മേളനം കഴിഞ്ഞാലേ ഇവിടെ പരിപാടി നടക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം കേട്ടോ. കൂടിയാലോചന കൂടുതലാണ്. കൂടിയാലോചനകൾ കൂടുതലാണ്. അതായത് വിദേശത്തെ പോലെ തന്നെ കൂടി ആലോചിച്ച് അത് ഊരിയെടുക്കണം. ഇത് മൊത്തം ഊരിയെടുക്കണം കേട്ടോ, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ ഒരു സാധനം നമ്മുടെ ഒടിഞ്ഞു പോയി ഇന്ന്. അതാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ പ്രശ്നം. ഈ ഒരു സാധനം ഒടിഞ്ഞു പോയി. ഇത് രണ്ട് അപ്പുറം ഇപ്പുറം ഒടിഞ്ഞു പോയി. ഇത് രണ്ടും എടുക്കണോ भैया? 2 बोलेगा 1 बोलेगा? 2 है ना, 2 साइड चाहिए ना बोले? क्या चीज? ये वाला ये जाएगा वो आ जाएगा। हाँ 2 हाँ नहीं है, वो साइड है, ये साइड है ना, वो गाड़ी का जाएगा पूरा कंप्लीट। हाँ 2 സൈഡ്. നിനക്കെന്നാ പ്രശ്നം? അവർ ഊരട്ടെ. पूरा कंप्लीट उधर जाएगा. കംപ്ലീറ്റ്. മൊത്തം പോകും കേട്ടോ. എന്നിട്ട് അത് മൊത്തം ഇവിടെ കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. അതാ ഇവിടുത്തെ രീതി. അതായത് ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് നാട്ടിൽ പോകാൻ വേണ്ടി വെച്ചാക്കുന്ന ഒരു വാഹനമാണ്. നിങ്ങളെ വണ്ടി കണ്ടോ, അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് വന്നാൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അവരുടെ പരിപാടി തീർന്ന അവർ വണ്ടി നാട്ടിലേക്ക് പോകുന്ന വണ്ടികളതൊക്കെ. അപ്പം ഇതേപോലെ ഇനി ഇപ്പം അടുത്തത് ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പരിപാടിയാണ്. ഈ സാധനം ഊരി എടുക്കണം, ഇതിന് നല്ലത് അല്ലേ? നമ്മൾ വന്നിട്ട് വേണം ഓരോന്നായിട്ട് തൂക്കാൻ. ഇതിൻ്റെ ഈ സാധനം തൂക്കണം, ഇതിൻ്റെ ഡോറ് നല്ല, ഇതിൻ്റെ ഡോറ് തൂക്കണം. ഓരോ പരിപാടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെർച്ചിങ് ആണ്. അതെ, ഏറ്റവും നന്നായിട്ട് സെർച്ച് ചെയ്യാൻ അറിയാവുന്നതിന് ഏറ്റവും നല്ല വണ്ടി കൊണ്ട് പോകാം. അതെ കൈസ്, നമ്മൾ ഒരാഴ്ച താമസിച്ചല്ലേ, നമ്മളെല്ലാം കിട്ടുന്ന സാധനം കൊണ്ട് പോയാൽ ശ്രദ്ധിക്കണം കേട്ടോ. വെളിവില്ല ചില സമയത്ത് ഇങ്ങോട്ടൊക്കെ കയറി. അതായത് ഇത് കണ്ടോ, ഈ വണ്ടി ഇന്നലെ നമ്മൾ കണ്ട വണ്ടി, ഈ വണ്ടി മൊത്തം സാധനം പൊളിച്ചു കേട്ടോ. കണ്ട, അതായത് ചട്ടി ഇടാത്ത നിക്കർ പോലെ ആക്കി കളഞ്ഞു. ഒരു സാധനം ഇല്ലാതെ ഇന്നലെ എല്ലാം ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഫുൾ ക്ലീൻ ഗ്യാസ് ബെൽറ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം മാറ്റി. ഇവർക്ക് കാണുന്ന ലോഡില്ല, അത് ഡൽഹിക്ക് കയറ്റാൻ വേണ്ടി പോകുന്ന. ഇവർക്ക് വലിയ നഷ്ടം സംഭവിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റൂല. ഇവരിത് പൊളിവിലക്കാണല്ലോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതെന്റെ सरदार जी का नाम क्या है? सुखविंदर सिंह। പുള്ളിയാണ് ഇവിടെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. ക്രെയിൻ അടിച്ചു വീലാണ് അണ്ണൻ. എന്തായാലും ഈ ക്രെയിൻ പുള്ളിയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. इधर कितना साल है? इधर कितना साल? 5 साल 5 साल. ഓ 5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. എന്തായാലും കണ്ടില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വണ്ടിയുടെ അവസ്ഥ കണ്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള സ്ഥലത്തുനിന്ന് വെള്ളം മേടിക്കാൻ നേരത്ത്
ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തിട്ട് അത് മേടിക്കുക. എവിടെയൊന്നും സത്യസന്ധമായ ഒറിജിനൽ ബ്രാൻഡുകളില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിങ്ങൾ സാധനങ്ങൾ പ്രത്യേകിച്ച് ആ കാശ്മീരി ഗേറ്റിൽ നിന്നൊക്കെ വേണമെങ്കിൽ ശ്രദ്ധിക്കണം. ഫുള്ള് ചാത്തൻ സാധനങ്ങളാണ് അവിടെ. ചാത്തൻ വെള്ളം കുടിച്ച പണി കിട്ടും. ഞങ്ങൾ 3 കുപ്പി വെള്ളം കളഞ്ഞിട്ടുണ്ടാവും, അതായത് ചാത്തൻ വെള്ളമായിട്ട്. കാരണം അത് അവരവിടുന്ന് പൈപ്പേന്ന് പിടിച്ച് അവർ തന്നെ അടിച്ച്. അതാണ് സംഭവം. അങ്ങനെ നൂറ് കേട്ടോ. കാനാക്കോള, കൊക്കക്കോള. പിന്നെ ഈ കാണുന്ന ഒലക്കയില്ലേ, ഇത് മൊത്തത്തോടെ കൊണ്ടുപോകാനായിരിക്കും. അല്ല ആ ഒലക്കയില്ലേ, ആ ഒലക്ക മൊത്തം വിടിയിപ്പിച്ചിട്ട് ഈ സാധനം മൊത്തത്തോടെ ഇത് മൊത്തം ലീക്കാ. എല്ലാം നോക്കണം കേട്ടോ. ലീക്ക് ചെയ്ത് അതിന് ലീക്കുണ്ട്. സീലിംഗ് ഒക്കെ ഇടുമായിരിക്കും, മൊത്തം സീലിംഗ് ഒക്കെ ഇടുമായിരിക്കും. ഫ്രണ്ടിലെ റേഡിയേറ്ററിന് പ്രത്യേകിച്ച് കവർ അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഊരിപ്പിക്കണേ പുള്ളിക്കാരനെ കൊണ്ട്, ഇതൊന്ന് ഊരിപ്പിക്കണേ. ഇതിൻ്റെ അകത്ത് സിലിണ്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇവർ കൊടുക്കുന്നതിലും കൂടുതൽ പൈസ ഞങ്ങൾ സർദാർജിക്ക് കൊടുത്തിട്ട് അഴിമതി നടത്തും. അതായത് ഇവർ പറയുന്നതിൻ്റെ അകത്തെല്ലാം ഉൾട്ട അഴിമതി നടത്തി നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കും. എടാ ഇവനെ നമുക്ക് റിക്കവറി മാൻ്റെ ഫ്രണ്ടിലെ സാധനം വെക്കാട്ടെ. ഇത് വേണ്ട, ഏതാ ഇത് വേണ്ട. നമുക്ക് റിക്കവറി മാൻ്റെ ഫ്രണ്ടിലെ സാധനത്തിന് അത് മതി. അതായത് ഇതിന് ഇച്ചിരി വീതി ഉണ്ടാവും, ഇച്ചിരി ലുക്കും കിട്ടും. പിന്നെ ഇതേപോലത്തെ കമ്പിയൊക്കെ നമുക്ക് എടുക്കണം. എന്നിട്ട് ഇത് കണ്ടോ, റേഡിയേറ്ററിന് തട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചാക്കുന്നത് മസ്റ്റ് കേട്ടോ. ആ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം. കുറച്ച് പരിപാടികളുണ്ട്. ഈ വണ്ടി ഇപ്പം മിക്കവാറും നമ്മുടെ തന്നെയായി. ഇതിൻ്റെ സാധനം മൊത്തം ഞങ്ങൾ മറ്റേ വേറെ വണ്ടികളൊക്കെ ഉണ്ട്, പലതിൻ്റെ ഞങ്ങൾ ഊരും കൈസ്. ഏറ്റവും നല്ല ഫ്രണ്ടിലെ ഗ്രില്ല് 6 കിട്ടുന്നു, അത് ഏറ്റവും നല്ല ഏതാണോ അതെടുക്കും. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ ആവശ്യത്തിന് ഇതിൻ്റെ അകത്തൊക്കെ ഊരിയെടുക്കാം. ഹെഡ് ലാമ്പ്, ഇത് ഈ സാധനം നല്ലതല്ല, ഇത് ഊരിയെടുക്കാം അല്ലേ? ഇത് ഇച്ചിരി നല്ലതല്ലേ? ഇത് നോക്കണ്ട, അതായത് ബോഡി ഷേപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ ബോഡി ഷേപ്പ് നമുക്ക് ഒരു ചെറിയ റെസ്റ്റിന് വേണ്ടി പോയി പാനിപ്പൂരി വെച്ചിട്ട് വന്നാലോ? എവിടെയാ അവൻ്റെ അടുത്ത് അവിടെ എലീനെ കണ്ട ഞാനില്ല. എവിടെ? അവിടെ കഴിഞ്ഞ ദിവസം. അതല്ല, അത് ഷോപ്പല്ലേ മറ്റവൻ്റെ അടുത്ത്. ഏത്? ആ നമ്മൾ പലതരത്തിലുള്ള, അത് കുറെ ദൂരം പോണ്ടേ? അത് ഈ തൊട്ടപ്പുറത്താ. എടാ ഇതാടാ മടുത്തു. എടാ പൊട്ട ഇതാന്ന്. ഇങ്ങോട്ട് കുറെ പോണ്ടേ? അല്ലെന്ന് നീ പറയുന്ന ജംഗ്ഷനിലുള്ളതല്ല, ഇവിടെ ഉണ്ട് മറ്റേ പുള്ളി. ഇത് അവിടെ വരെ ടൗൺ വരെ പോണ്ടേ? അത് പോണം. ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കാം. എന്നാൽ പിന്നെ ഇത് ഊരുന്നോടം വരെ ഇവിടെ തന്നെ. ഇതിന്ന് ഊരി എടുക്കണ ഒരു സമയം എടുക്കും. 100% ഉറപ്പ്. നമ്മൾ പോയി കഴിഞ്ഞാൽ അവസ്ഥയിൽ ആ സാധനം തന്നെ വീണ്ടും ഇങ്ങോട്ട് വരും. ആ സാധനം തന്നെ ഇങ്ങോട്ട് വരും. ഇത് ഊരിക്കഴിഞ്ഞ് ഇത് മൊത്തം വേർപെടുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. ഈ ഓട്ടോയ്ക്ക് കയറി സെയിം ഓട്ടോയ്ക്ക് എനിക്ക് അത്ര വിശ്വാസമാണ്. ആ ഓട്ടോയിനകത്ത് തന്നെ ഞാൻ കയറി പോകും അല്ലേ ഗൈസ്. അതായതേ കോഹ്ലിയോട് ചോദിച്ചും കോഹ്ലി പിന്നെ ആ കാര്യത്തിലൊക്കെ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. പക്ഷേ ഇവന്മാർ ഇച്ചിരി എന്നാ പറയുക പണിയെടുക്കുക, ഇച്ചിരി പണിയെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയും. അപ്പോൾ അവർ ഇതേപോലെ പണിയെടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നിനക്കറിയാമോ, ഈ വണ്ടിക്ക് എല്ലാവരും ചോദിക്കുക എത്ര പൈസ. ഇത് ഇവിടെ തന്നെ ഒരു 10 ലക്ഷം രൂപ മേളിലായി ഈ വണ്ടിക്ക്. മേളിൽ ഇതെല്ലാം ശരിയാക്കി എല്ലാം ആയി വരുമ്പോഴത്തേനും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1 ലക്ഷം രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കൊന്നും ഇവിടെ വണ്ടി കിട്ടൂല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പല ആൾക്കാരും ഇവിടെ നിസ്സാര കാശിന് എടുത്തുകൊണ്ട് പോകും, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും 6 ലക്ഷം 7 ലക്ഷം പുറമെയാണ് വണ്ടി എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വണ്ടി പണിത് ഇവിടുന്ന് എല്ലാം സെറ്റപ്പ് ചെയ്ത് നാട്ടിലെത്തും വണ്ടിക്ക് 10 രൂപ എടുത്താവും. 10 രൂപ എടുത്താവും എല്ലാം ആക്കി നാട്ടിലെത്തുമ്പോഴത്തേനും. യെസ്, അത് നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ടിയില്ല. വേണം അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. 10 ലക്ഷം രൂപ എടുത്താവും. അതായത് പണ്ട് 2020-21 കാലഘട്ടത്തിൽ 2,70,000 രൂപയും 1.90 ഉണ്ടായിരുന്നുള്ള വണ്ടിക്ക് വില. ഇന്ന് വണ്ടിയുടെ വില റോക്കറ്റ് പോലെ കൂടി. പ്രത്യേകിച്ച് ടാറ്റയ്ക്കും ലൈലാൻഡിനും കുഴൽക്കിണർ അടിക്കുന്നവർ പിന്നെ മറ്റ് സ്ഥലത്ത് നിന്ന് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ ഇവിടുന്ന് വണ്ടി കിട്ടാനില്ല. വണ്ടി നിധി പോലെയാണ് കിട്ടുന്നത്, അല്ല ചറവറ വണ്ടി കിട്ടാൻ. അതായത് ഈ കണ്ടീഷന് ഇനി നാട്ടിൽ പോയി ഇച്ചും കൂടെ പണിയെടുത്ത വണ്ടിക്കാണ് ഇനിയും കൂടും. അതിൻ്റെ ഒരു എനിക്ക് നാട്ടിലും വിൽക്കായിട്ടാക്കുന്ന വണ്ടികൾക്ക് ഒരു 15 രൂപ 12 രൂപ 14 രൂപ ചോദിക്കുന്നു, വില ചോദിക്കുന്നുണ്ട്. അത് അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് സത്യം തന്നെയാട്ടോ. കാരണം അത്ര ചിലവ് വരും. നിങ്ങൾക്ക് ഇവിടെ കയറി വരാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു 10 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോവാം അല്ലേ? അങ്ങനെ. പിന്നെ റണ്ണിങ് കണ്ടീഷൻ, സ്റ്റാർട്ടിങ് കണ്ടീഷൻ കിട്ടും 7 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ തൊട്ട് 7 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ, അങ്ങനെ പല കണ്ടീഷന് പല പൈസയ്ക്ക് സ്റ്റാർട്ടിങ് കണ്ടീഷൻ കിട്ടും. ആ സ്റ്റാർട്ടിങ് കണ്ടീഷൻ നിങ്ങൾ എടുത്തുകൊണ്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതേപോലെ എണ്ണ വരിക്കും. കാരണം പാർട്സിന് പുതിയതിന് ഭയങ്കര പൈസയാണ്. അപ്പം സെക്കൻഡ് ഹാൻഡ് പാർട്സ് കിട്ടും. ഇവിടെ പോലുള്ളവരെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ പൈസയാവും. നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ എടുത്ത് മാറ്റിയിടുന്നില്ല. ഇപ്പം ഞങ്ങളുടെ വീട് കണ്ടിട്ട് ഇവിടെ ആയിട്ട് വന്നിട്ട് ഈ ബുൾച്ചെട്ടിന് നിങ്ങൾ എന്നാ മാറ്റി കൊടുത്തതെന്ന് ചോദിക്കും. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ്. നമുക്ക് എന്ത് സാധനം മാറ്റി എടുക്കാന്നുള്ള സ്കീമിലാണ് നമ്മൾ വണ്ടി എടുത്താക്കുന്നത്. പൈസ കൂടുതൽ കൊടുത്താക്കുന്നത്. അതായത് നമുക്ക് പൈസ കുറഞ്ഞു എടുക്കാൻ വേണ്ടി പറ്റും. ഇത് പറയുന്നതെന്ന് വെച്ചാൽ വെറും വണ്ടിക്ക് മാത്രം രജിസ്ട്രേഷൻ ഏകദേശം 1,30,000 രൂപ എടുത്ത് രജിസ്ട്രേഷൻ എക്സ്ട്രാ വരുന്നുണ്ട് ഓരോ ഇതനുസരിച്ച്. പിന്നെ കർണാടകയിലേക്ക് മാറ്റണേൽ അതിന് വേറെ ഞങ്ങളുടെ പറഞ്ഞതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ അടക്കം മൊത്തം ഇവിടുത്തെ ചെലവ് എല്ലാം അടക്കട്ടെ ഞങ്ങൾ ഈ പൈസ പറഞ്ഞു അല്ലേ. പിന്നെ റൂമും ഇതൊക്കെ വേറെ കേട്ടാ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നിസാര കാശിന് ഇവിടെ വന്ന വണ്ടി സാധനമൊന്നും കിട്ടൂല കേട്ടോ. ഞാൻ നേരത്തെ പറയാം, കുറേ ആൾക്കാർ അങ്ങനെ വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ എന്നെ ഇപ്പോൾ 2-3 പേര് പിന്നെ അങ്ങ് അവിടുന്ന് UK നിന്നും മറ്റേ കാനഡയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചിട്ട് ഇത് നിസാര കാശിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ വണ്ടികളുടെ ഇത് നിങ്ങൾ എനിക്ക് 2.25 ലക്ഷം രൂപ തൊട്ടാണ്
എനിക്ക് തോന്നുന്നു 2 മുതൽ 2.25, 3 ജിപ്സിയുടെ വില. ഞാൻ പിന്നെ വീഡിയോയിൽ അത് പറയാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ, പിന്നെ നമ്മളത് എങ്ങനെ സർദാർജി ചാച്ചാജി ഹായ് ഗൈസ്, നമ്മുടെ പിന്നെ അങ്കിളാട്ടോ ഇവിടുത്തെ. അപ്പം ഇവിടുത്തെ ഒരു ഇത് വെച്ച് നമുക്ക് അത്ര പൈസ, പിന്നെ നമ്മളത് പറയണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മൾ പറയാറ്. എന്താ ഈ ബുള്ളറ്റ് ഇതിപ്പം എനിക്ക് തോന്നി ഇതിപ്പം പിന്നെ സെയിൽ കണ്ടീഷൻ, ഇത് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻ വണ്ടികൾക്ക് ഇത് പുത്തൻ വണ്ടിയാണ്. ഇതിന് 70, 80, 90, 1 അങ്ങനെ കണ്ടീഷൻസ് ഇല്ല. ഇനി ഞാൻ കാണിച്ചു തരാം. അല്ല ഇവിടെ ഇത് ആർമി വണ്ടിയാ, ആർമി വണ്ടി. അപ്പോൾ അത് പണി ഇത് ആർമി വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. അതിന് പൈസ വരുമ്പോൾ അതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളൊരു താക്കോല് പോലും ഇതിനകത്തുണ്ടാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചില ആൾക്കാരുടെ വിചാരം ഇതൊക്കെ നിസാര കാശിനോടുന്ന് വെറുതെ കിട്ടുന്ന ഈ സാധനം ബുള്ളറ്റ് ഇല്ലേ, ഇത് നിങ്ങളങ്ങ് ഇപ്പം ഇങ്ങ് ഓടി വന്നിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന വിചാരിക്കരുത്. ഈ സാധനത്തിന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സാധനത്തിനുണ്ടല്ലോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണം ഇതിൻ്റെ പേപ്പറിന് വേണ്ടി. ഇതിന് ഒരു 2.5 മുതൽ 2.25 അങ്ങനെ ഇതിൻ്റെ വില. ഇനി 3 രൂപ വില ഉണ്ട്. ഞാൻ ചോദിച്ചു 3 രൂപ വില ഉണ്ട്. പിന്നെ ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതിൻ്റെ വില 80,000, 70,000, 80,000, 90,000, 1 അങ്ങനെ ഒരു ഇതിൻ്റെ വില. ഇത് ഏറ്റവും കൂടുതൽ ഇവർ സെയിൽ ചെയ്യുന്ന കാനഡ, UK അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധനം കിട്ടാനില്ല. ഇതൊക്കെ ബുക്ക്ഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ വെറുതെ കിടക്കുന്നതല്ലേ. കുറേ പേര് എന്നെ അങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്. അതായത് 15,000, 20,000 സ്ക്രാപ്പ് റേറ്റ് കിട്ടും. നോക്കിയിരുന്നാൽ മതി. വണ്ടികളിലൊക്കെ വില വമ്പം വില കിട്ടും. അതിനെ പറയണ്ടെന്ന് വിചാരിച്ചാ ഇവർക്ക് ഇത് വിൽക്കണ്ട. നാട്ടിൽ 2-3 വണ്ടി വിൽക്കായിട്ടുണ്ടല്ലോ. 15 രൂപ 12 രൂപയൊക്കെ ചോദിക്കുന്നത്. 15 രൂപ 14 രൂപ ചോദിക്കുന്നത്. ഇവിടെ വണ്ടിക്ക് വിലയായി. ഇപ്പം വണ്ടി വിലയില്ലായിരുന്നു, എൻ്റെ നിസാര കാശിന് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. പക്ഷേ ശരിയുണ്ട്, നാട്ടിൽ നിന്ന് ഇവിടെ ഒരു 4 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് വണ്ടി. രജിസ്റ്റർ ആയ വണ്ടികളല്ലേ? ഇതും രജിസ്റ്റർ ആയിട്ടല്ലേ നമുക്ക് ആ പൈസ കിട്ടുക. അത് രജിസ്റ്റർ ആയി നാട്ടിലെത്തിയ വണ്ടികൾക്കല്ലേ? എത്തിയ വണ്ടികൾക്ക് കുറച്ചൊക്കെ പണി എടുത്തിട്ടുണ്ടോ അതിനൊക്കെ? അതൊരു എന്തായാലും നമ്മൾ ഇവിടുന്ന് എത്ര പണി എടുത്തെന്ന് പറഞ്ഞാൽ ഇനിയും പണി കാണണം. ഈ ബോസൊക്കെ നാട്ടില് TVS പണിയണേല് 40,000, 30,000 രൂപയാ. അതായത് ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. 4 ലക്ഷം നേരിട്ട് വന്ന് എടുക്കുവാണെങ്കിൽ. പക്ഷെ നാട്ടിൽ വരാൻ നേരത്തെ ഈ വണ്ടികൾക്ക് വീണ്ടും പണിയാവും. അപ്പൊ പണിയൊക്കെ എടുത്ത് വരുമ്പോൾ വീണ്ടും ആ പൈസയൊക്കെ ആവും. എന്നാലും ഒരു 19 രൂപയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് 3.5 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും നേരിട്ട് വരാൻ. അത്രേ ഉള്ളൂ. പിന്നെ നേരിട്ട് വന്ന് ഒരിക്കലും എടുക്കൽ, ആരെങ്കിലും മുഖേന എടുക്കാവുള്ളൂ. എന്തായാലും ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെയല്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെയൊക്കെ എല്ലാ പരിപാടിയും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിതൊക്കെ മാറ്റിയിരിക്കും, അതും ഇതൊക്കെ ചെയ്യിക്കും. പിന്നെ നമ്മളധികം അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഡയറക്റ്റ് വന്ന് എടുത്തു കഴിയുമ്പം പെടും കേട്ടോ. ഇവിടെ 2-3 പേര് അവർ സാധനങ്ങൾ മാറ്റിയിടുമ്പോൾ എന്താണെന്ന് വെച്ചാല് ബന്ധങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട്. ഫ്രണ്ട്സ് തമ്മിൽ ഇപ്പം തന്നെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇതും ഉണ്ടാവില്ല, കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പം തുമ്പി ഇവരായിട്ടൊക്കെ നല്ല കോൺടാക്ട്, ഇപ്പം നമ്മൾ ഇവരായിട്ടൊക്കെ നല്ല കോൺടാക്റ്റാ. അതാണ് ഇവര് നമ്മളിപ്പോ അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു പുറം വണ്ടി എടുക്കുമ്പം എൻ്റെ നൂലാമാല കുറയാണ്. അപ്പം നമ്മൾ സ്വന്തം ചെയ്യാതെ ഒരാൾ മിഡിൽ വെച്ച് ചെയ്യുക. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മുഖേന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്വന്തം ആകുമ്പം കഴിഞ്ഞു. നാട്ടില് പിന്നെ നമ്മൾ സ്വന്തം കിടന്ന് കാറിന്റെ ഇപ്പൊ മറ്റേ വണ്ടി നമ്മൾ എടുത്തിട്ടില്ല, അവൻ ഫോൺ സ്വിച്ച് ഓഫ്, നമ്മൾ വിളിച്ച ഫോൺ എടുക്കൂലായിരുന്നു. നമുക്ക് ഇവിടെ വന്നിട്ട് പൈസ മേടിക്കാന്നുള്ള ധൈര്യം ഉള്ളവരെ മാത്രം നമ്മളത് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർ ചിലവർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പറ്റിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അങ്ങനെയുള്ളവരൊന്നും നേരിട്ടൊന്നും എടുക്കരുത്. അതെ, അതാണ് സത്യം കേട്ടോ. അതായത് മല്ലിനും പരിപാടിക്കും അലമ്പിനൊന്നും പോകാൻ പറ്റൂല. അതൊന്നും നിൽക്കുക എന്തെങ്കിലും പറഞ്ഞു, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേസാവോ അതാവോ എന്ന് പേടിക്കുന്നവർക്കൊന്നും ഇങ്ങനത്തെ പരിപാടിയെ നിൽക്കില്ല. രാവിലെ ഞങ്ങളോട് പറഞ്ഞു മറ്റേടത്ത് മറ്റേ, ഞങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കി നമ്മളത് മേടിച്ചു. എല്ലാ കാര്യങ്ങളും ഇയാൾക്കൊരു പിന്നെ ഇതും മേടിച്ചു കൊടുത്തു. അപ്പൊ പുള്ളിക്ക് സന്തോഷമായി അല്ലേ? പിന്നെ ഒരു സാധനം മേടിച്ചു കൊടുത്തു. പുള്ളിക്ക് ഒരു സന്തോഷം, പുള്ളിയുടെ സന്തോഷപൂർവ്വം വൈകുന്നേരം ഊരി കിട്ടുമ്പോൾ എന്നിട്ടാണ് അവിടെ കൊണ്ട് വണ്ടി മറ്റേ വണ്ടി പണിയില്ല. ഇന്ന് നമ്മുടെ റീൽസ് എടുക്കലും നടക്കൂല. റീൽസ് നമുക്ക് 5 മണിക്ക് ശേഷം നമുക്ക് എടുക്കാൻ ശ്രമിക്കാം അല്ലേ? അതായത് അവന്റെ ധൈര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയും സ്ക്രാപ്പും സ്ക്രൂവും മറ്റും പിന്നെ കിടക്കുന്ന സ്ഥലത്ത് അവൻ 6 ടയർ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ അവന്റെ ധൈര്യം എന്നാ. നമ്മൾ ഒരു ടയർ പോയാൽ മേലോട്ട് നോക്കിയിരിക്കും. യൂറോപ്പുകാരോട് ചോദിച്ചാൽ പറ്റൂലെന്ന് പറയും. ഭയങ്കര ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് അത് റഷ്യക്കാരനാണ്. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ്, ഒരു 10 മിനിറ്റ് അവൻ സിഗരറ്റ് വലിച്ച് ആരേക്കും ഇങ്ങനെ കയറ്റാൻ അവൻ അടിച്ചിടും. ഇന്ത്യക്കാരനും കയറ്റും. ഇവര് കയറ്റില്ല കേട്ടോ. യൂറോപ്യൻസ് കയറ്റില്ല. അവരുടെ വണ്ടി നോക്കി കളിക്കുള്ളൂ. എന്താ ഇവനെ ഒരു സൈഡ് ഊരി വരുന്നുണ്ട്. ഒരു സൈഡായി, ഏകദേശം ഒരു സൈഡായി. 2 ബോൾട്ട് ഇതാ പറഞ്ഞു. നമ്മളെപ്പോഴും വണ്ടി ഇടയ്ക്ക് പണിയാൻ നേരം നമ്മൾ അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ അടുത്തില്ലായിരുന്നു. കത്തിയ സാധനം അതിൻ്റെ അത് കയറ്റില്ലായിരുന്നു. അത് നമുക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്ത പോകുക കേട്ടോ. താല്പര്യമില്ലാത്ത സാധനം 6 മുഖത്ത് നോക്കിയാണ് പറഞ്ഞാൽ പോവാ. ഞാൻ മെയിൻ മുതലാളി എടുത്താ പറഞ്ഞത്. 300-3000 കിലോമീറ്റർ കൊണ്ടാണ്. मैं है ना आप है ना, मेरे को पता नहीं है ना. ഞാൻ പേരെ പൂരെ പൈസ ഇത്ര തീരാനാ എന്നാ കൊള്ളാമല്ലോ. നമ്മളടുത്ത് എങ്ങനെ കൊണ്ടുവന്നു? നമ്മളല്ലേ ഇത് കൊണ്ടുവന്നേ.
ഞാൻ എന്നെ വിളിച്ച് മറ്റേ 407 വിളിക്കുമോ? ഇതെല്ലാം അവർ തന്നെ ചെയ്തു തരണ്ടേ. ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ല വേണം നമ്മൾ ഇതിന് സെക്യൂരിറ്റി കൊടുക്കാം. അതിനകത്ത് കയറി ഞങ്ങളും പോവാം. ഇത് തന്നെയാണോന്ന്. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഓട്ടോ പോകുന്ന നേരത്തെ ഓട്ടോ അവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ പഴയ സാധനം അവിടെ കയറിയാലോ. അല്ലേടാ വണ്ടിക്ക് തന്നെ പോകണം കേട്ടോ. ഇവരെ തന്നെ വണ്ടി വിളിക്കാൻ പറയാം. ഞെട്ടൂർന്ന് നോക്കിയേ, വമ്പൻ ഞെട്ടുകളാട്ടോ. ഒരു വലിയ വണ്ടിൻ്റെ അത്ര ഉണ്ടോ ഓരോ ഞെട്ടൊക്കെ അല്ലടാ ഇവനെ. അതായത് ഇവർക്ക് അതിനുള്ള ഞെട്ടും മറ്റേ സാധനം ഊരുന്ന സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവർ ഇടുക. അതെ അതെ, നമ്മളതുകൊണ്ടാണ് പുറത്തു നിന്നെല്ലാം പണിത് സെറ്റപ്പ് ആക്കുന്നത് കേട്ടോ. പുറത്തുനിന്ന് പണിത് സെറ്റപ്പ് ആക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. കാരണം വണ്ടി പുറത്തുനിന്ന് അവിടെ എല്ലാം സർദാർജിക്ക് എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. ഇവരിതിനെ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത്? എന്തായാലും ഇത് അറിയാൻ പറ്റും കത്തിയതാണോ. നമ്മുടെ ഭാഗ്യം ഇവനെ. കാരണം വെച്ചാൽ ഇവിടെ ഒരു വണ്ടി ഇറങ്ങി പോകണ്ടായിരുന്നു. ഇവിടുത്തെ ഭയ്യ അന്തർ नहीं डाले ना हम इधर से करेगा क्या यार. बेक बेक लोग करो करो आएगा ആയിക आएगा. വമ്പൻ കോമഡി ആട്ടോ. രണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇടാത്ത ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. എന്താ കോമഡി. എടാ മറ്റേ നമുക്ക് എന്തായാലും കണ്ടറിയാടാ. ഏതാ? ബാ നമുക്ക് അതും ഇതും കൂടെ നോക്കിയിട്ട് വരാം. നമ്മുടെ വണ്ടി പൊക്കാൻ വേണ്ടി പോട്ടെ. നമ്മുടെ അല്ല, മറ്റാരുടെയോ വണ്ടി പൊക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ അടിയിലത്തെ സാധനം കേട്ടോ. അടിയിലത്തെ സാധനം ഇപ്പം നമുക്ക് ഇവിടെ ഊരി തരും. എന്നിട്ട് ഇവരുടെ വണ്ടിയും കൊണ്ട് തന്നെ ഇവർ അവിടെ കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഇവർ തന്നെ നോക്കും. ഇതണ്ട പൊക്കാൻ പോകട്ടോ. ഇപ്പോൾ അടിയിലത്തെ സാധനം ഇപ്പോൾ ഫ്രീ ആവും. കണ്ടോ, വീണു 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 വീണു. ഓ അധികം പൊക്കരുത് പൊക്കരുത്. ആ ഷോക്കിൻ്റെ ഞെട്ട് ഊരിയിട്ടില്ല. എന്താണ് ഓ ഷേക്കുക ഏക്ക് ഞെട്ട്. हाँ रेडी हो गया रेडी हो गया रेडी हो गया. पकड़े फ्री हो गया फ्री हो गया गाइस. ഇനി ഇവര് ബോഡി ഇനി ഏതിലും വശത്തോട്ട് വെക്കും കേട്ടോ. ഇതണ്ടോ കണ്ടോ, പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ പുറത്ത് വെക്കാൻ. ഗായ്സ് താഴോട്ട് ഇപ്പം വെക്കാൻ വേണ്ടി പോകട്ടോ. ഇതാണ്ടാ ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗൈസ് ഈ നിൽക്കുന്ന പുള്ളിക്കാരനാണ് കേട്ടോ നമുക്ക് ഇതാക്കി തന്നെ. ഇന്നിവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിതിൻ്റെ അത് കെഞ്ചി, അതായത് ഇന്ന് പണി തീരും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് പണി തീരും എന്ന് പറഞ്ഞേ. എന്നാ ഡേഞ്ചറാണെന്നറിയോ, താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഗൈസ് ഫൈനലി അങ്ങനെ ഈ സാധനം ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അവരോട് മാറി നിന്നിട്ട് ആ സാധനം എടുക്കും. കൊണ്ടിട്ട് ഇനി കയറ്റുന്നു. മറ്റേ സാധനം ഈ വണ്ടിയിലോട്ട് തിരിച്ചു വെക്കും. ഒരു മാറി നോക്കിയേ സാധനം നോക്കിയാട്ടാ. ഓ ആ ഡേഞ്ചറാന്ന് നോക്കി ആടിയാടി പോകുന്ന നോക്കിയേ. നമ്മുടെ സാധനം അങ്ങനെ ഇവിടെ എടുത്തു വെച്ചു. എന്നെ ഇപ്പൊ കോവില് വിളിച്ചു. ആ ഇപ്പം വരുമെന്നല്ലേ പറഞ്ഞ വണ്ടി? ഇപ്പം വണ്ടി വരുമെന്നല്ലേ? അല്ല ആ നാളെ ഇത് ഇവിടുന്ന് നാളെ കൊണ്ടുവെക്കാന്നാ പറഞ്ഞത്. ഇന്നല്ല ആ ഇല്ല ഇന്നില്ല, നാളെ. നാളെ ഞാനിപ്പം വിളിച്ചു. നാളെ രാവിലെ നാളെ 10 മണിക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആക്കുമെന്ന് പറഞ്ഞു. എവിടുന്ന്? നാളെ വൈകുന്നേരം അവനോട് വരുമെന്ന് പറഞ്ഞു. ആ നാളെ വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അല്ല ഇവര് പറയുന്ന കോയിലിനെ ഇന്ന് വിളിക്കുവാണെങ്കിൽ ഇന്ന് ഇത് കൊണ്ടുപോകുന്നു. പുറത്തുനിന്ന് വണ്ടി വിളിക്കാൻ കോയിലിനെ വിളിക്കാൻ. അല്ല അവൻ പറഞ്ഞത് അവിടെ ട്രക്കിൽ ഓടിയാണ്ടെന്ന്. ആരെ? അവരുടെ ആണോ? പുറത്തുനിന്ന് ഏതാ വണ്ടി വരുമെന്ന് പറഞ്ഞേ? അതൊന്നും മിണ്ടണ്ട, നമുക്ക് കുറച്ചേരം ഇവിടെ നോക്കി വയ്ക്കാം. ആ അല്ല കോയിലിനെ വിളിച്ചു പറയാനാ പറഞ്ഞത്. എന്നാ പറഞ്ഞേ? നോക്കണേ സാധനം തലയടിക്കാതെ, അതോടുകൂടി തീർന്നു. മാറ്. ആ മാറിയേക്കാം. നോക്കി വെച്ചോണം എല്ലാം. ഒരു പുക പോലും കയറാം. ഇതിൽ ഗ്രീസും തേച്ച് വെച്ചിട്ട് കാര്യമില്ല. മറ്റേതായിട്ട് ആനയാണ്ട് വ്യത്യാസം ഉണ്ടാവും. നീ പറഞ്ഞല്ലോ ഉണ്ടല്ലോ, ഈ തീ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പർ പോവും. പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ പിന്നെ ഉറപ്പിച്ചു. ഇത് മൊത്തത്തോടെ കൊണ്ടുപോകണം. എടാ ജിബിനെ, ഈ സെയിം സാധനം അവിടെ കിടപ്പുണ്ട്, അതന്നെ എടുക്കാൻ. എവിടെ? അവിടെ കൂട്ടിയിട്ടുണ്ട്. നല്ലതായിരിക്കൂല. നല്ലതായിരിക്കൂല. സെയിം സാധനം കണ്ടമാനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആ ട്രക്ക് അവിടെ സൈഡാക്കാനുള്ള പരിപാടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ ഈ കാണുന്ന ക്രെയിനിലിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ സൈഡാക്കാനുള്ള പരിപാടികളും സംവിധാനമാണ് നടക്കുന്നത്. അത് പോയി. ഇതിൽ നിന്നൊക്കെ ഇട്ടിട്ട് വേണം ഓരോ സാധനങ്ങൾ ഇനി നമ്മുടെ വണ്ടിയിലൊക്കെ ഇടാൻ വേണ്ടി. എന്തായാലും പരിപാടികൾ ഓരോന്നായിട്ട് നടക്കട്ടെ. ഓ പുള്ളിക്കാരനോട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ എങ്ങനെ ഇരുന്ന വണ്ടിയാ? വെച്ച രീതി ഉണ്ടോ ഇതിനെ? നാളെ പീസാക്കും. അത് പീസാക്കാൻ വേണ്ടി വെച്ചാ? പീസാക്കാൻ വേണ്ടി വെച്ചാ? ആ ഡോറും സൈഡ് നല്ല. ആ ഡോറും സൈഡും നല്ല. പീസാക്കുന്ന വേണ്ടി എടുത്തു വെക്കണം. ഡോറും സൈഡും നല്ലതാണ്, അത് എടുത്തു വെക്കണം നമ്മുടെ വണ്ടിക്ക് വേണ്ടി. അപ്പോൾ ഗായ്സ്
ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വണ്ടി ഇല്ല, തീർന്നു അല്ലേ? ഈ ക്യാബിൻ വലിയ കുഴപ്പമില്ല കേട്ടോ. അവിടുത്തെ ഹിന്ദിക്കാരൻ എൻ്റെ വീഡിയോ കാണുന്നു. കീച്ചോട് കീച്ചാ എൻ്റെ വീഡിയോ. ഇതെങ്ങനെ ഡ്രൈവിനാ? നല്ല ക്യാബിനാ, നല്ല ക്യാബിനാ, തുരുമ്പ് കയറിയിട്ടില്ല. ഇതാണ് നല്ലേ? നല്ല ക്യാബിൻ. ഇതാ നല്ല ക്യാബിൻ. വന്നിട്ട് നോക്കിയിട്ട് ഏതാന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞാൽ മതിയില്ലേ? ഇത് പൊളിക്കില്ലെന്ന് പറ. ഇച്ചിരി ഫിനിഷിങ്ങും വൃത്തിയുണ്ടല്ലേ? വൃത്തിയുണ്ട്. ഇത് കയറ്റിയാലോ? ഇവിടെ വന്നിട്ടല്ലേ ചെയ്യുന്നത്? വന്നിട്ട് ഇതൊന്ന് കമത്തിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അതായിരിക്കും നല്ലത്. വലിയ കുഴപ്പമില്ലോ. നല്ല സ്റ്റിയറിംഗും നല്ലതാ, നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലേ? നല്ല സ്റ്റിയറിംഗ്, അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത ക്യാബിനാണ് ഈ ക്യാബിൻ കേട്ടോ. എല്ലാ സാധനം സീറ്റ് ബെൽറ്റ് വരെ വർക്കിംഗ് ഉള്ള സാധനം ആണോ? നമ്മുടെ വണ്ടിക്ക് ഇടാന്ന് പറഞ്ഞ സാധനം ഇതല്ല, ഇത് മൊത്തം ഇത് കണ്ട മനസ്സിലായല്ലോ. ഇതുമായിട്ട് ആനയാണ്ടിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. ഇന്നിനി ഒന്നും നടക്കില്ല. നാളെ 9 മണിക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞേ. അതും പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനും ലിബിനും വരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് വെയിറ്റ് കേട്ടോ വണ്ടിയുടെ. 20-25 കിലോ ഉണ്ട് ഇത്. ആ കാണുന്ന അവിടെയാണ് ഈ പറഞ്ഞ വർക്ക്ഷോപ്പ്, തീ കത്തുന്ന ഏരിയ എല്ലാം ഇത്. അതുപോലെ തന്നെ ഇതുണ്ടോ ജിപ്സികൾ. ഇത് തന്നെ ആർമിയുടെ SS4 കിടക്കുന്നുണ്ടോ? ഇതൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കേട്ടോ. SS4 ഒന്നും ഇത് അവിടെ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ആർമിയിലെല്ലാം വിളിക്കുന്നത്. റേസ് ചെയ്ത വണ്ടികളുണ്ടോ? ആർമിയിലെ വലിയ വലിയ മേജർമാരുടെ സാധനങ്ങളാട്ടോ ഈ സംഭവം. എടാ ഇത് വലിയ വലിയ മേജർമാരുടെ വണ്ടികൾ. ഇതാ സുമോ. ഈ സുമോ 4x4 ആയിരിക്കും. ഇത് ജാമർ വെച്ച വണ്ടികളായിരിക്കും കേട്ടോ. ആർമിയുടെ ജാമറിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ആംബുലൻസ് ഉണ്ടാവും, 2 ടൈപ്പ് ഉണ്ടാവും. ഇത് കിടക്കുന്നു സുമോ. ഇത് പിന്നെ ആംബുലൻസ്. ഇത് ഇവിടുന്ന് സർക്കാരിൻ്റെ ഓടിച്ചാൽ. ഇത് ആർമിയുടെ JCB അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ കാശ് കൊടുക്കണം. ഇതുകൊണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പരിപാടി നടക്കില്ല. വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് വലിയ പരിപാടി നടക്കില്ല. താന്നു പോകും. ഓഫ് റോഡിനൊന്നും പോകാൻ പറ്റില്ല. ഓഫ് റോഡിന് പോവാം, പക്ഷെ വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഈ ജിപ്സി കൊണ്ട് കളിക്കുന്ന കളിയോ അല്ലെങ്കിൽ ഈ ഇപ്പം എങ്ങനെ പറയാം, പ്രത്യേക സ്പെക്കി പറഞ്ഞ വണ്ടികളൊക്കെ ഇല്ലേ, അതുകൊണ്ട് കളിക്കുന്ന കളിയൊന്നും നടക്കില്ല. ഇതന്നെ രണ്ടും നീ എൻ്റെ നെഞ്ചത്ത് വെച്ചേ. നിനക്ക് മൈക്കില്ലേ? നിൻ്റെ മൈക്ക് എന്തിനാ നീ എൻ്റെ നെഞ്ചത്ത് വെച്ചേ? ഓ മൈക്കോട്ടെ, ഞാൻ വിചാരിച്ചു തന്നെ സംഭവിച്ചതെന്ന്. ഇത് ഒരു ലേലത്തിന് വിളിച്ചോണ്ടോ ഈ കട്ട? അതായിരിക്കില്ല ഗൈസ്. എന്തായാലും നാളെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരുമെന്നാ കോലി പറഞ്ഞു. ഞാൻ നാളെ വൈകുന്നേരം ഇവിടെ എത്തും. ഇപ്പോൾ നാളെ നമുക്ക് സാധാരണ എടുത്ത് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് ഇനിയിപ്പം നേരത്തെ റൂമിൽ പോവാം. ഗൈസ് നമുക്ക് റീൽസ് ചെയ്യാൻ 1000 രൂപ ഗൂഗിൾ പേ തന്ന भैया का नाम क्या है? अभी किधर जाएगा? दिल्ली? ओ जम्मू जाएगा? ये सामान में जम्मू जाएगा. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫാക്ടറി में जाएगा ना? ठीक है. ए अंकल जी हाय बोलो. അങ്കിൾ ഗൈസ് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോവാ കേട്ടോ, റൂമിലേക്ക് പോവാ. ഓ ഗൈസ് നോക്കിയേ, ഇവിടെ പണിയെടുത്തവരെല്ലാം പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ചാച്ചാജിയുടെ അടുത്തുനിന്ന് എല്ലാവരും ഒപ്പിട്ട് വാങ്ങും കേട്ടോ. അങ്ങനെ ഡെയിലി അറ്റൻഡൻസ്. അപ്പൊ എല്ലായിടത്തും പേപ്പർ ഉണ്ടാവും. പൂരാ ആദ്മി അജ് കാം ഖത്തം ഹോ ഗയാ. ഇവിടുന്ന് നമ്മുടെ ഈ ട്രക്ക് പോകുന്നുണ്ടോ ലൈലാൻഡ് ഗൈസ്. അപ്പം നമ്മൾ ലൈലാൻഡിന് കയറി പോവുകയാണ്. ലൈലാൻഡിൻ്റെ ഇത് തുറന്ന് കയറണമെങ്കിൽ ദൈവം തമ്പുരാനോട് ചോദിക്കണം. കയറിക്കോ. എനിക്ക് സൈഡ് സീറ്റ് വേണം. വേറെ പ്രശ്നമുണ്ട്, ഒരാൾ കയറി ഈ സാധനം പിടിക്കണം. ഞാൻ പിടിക്കാൻ വിലയില്ലാത്ത കാരണേ നോക്കി കയറണം. നമ്മളങ്ങനെ ആദ്യമായിട്ട് ആദ്യമല്ല കേട്ടോ, എന്നാ പറഞ്ഞാലും ആദ്യം എന്നുള്ളതായി വരുവാ. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഒരു ട്രക്കേ കയറി. കൊച്ചിനെ കരേക മേരൊക്കെ ഉതിർച്ചോടുന്നു. ദൈവമേ ലിവിനെ കിടക്കാനും എല്ലാ സൗകര്യം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ മറ്റേ ടാറ്റയുടെ ഉള്ളിൽ ഞാൻ കയറി കണ്ടു. എൻ്റെ ലിബിനെ എന്നൊക്കെ സെറ്റപ്പാന്ന് അറിയാം. ഡാൽക്കറിയൊക്കെ വെച്ച് അതിനകത്ത് വെച്ചേക്കുക. അതായത് ഇവർ സ്വന്തം സെൽഫ് കുക്കിങ്ങാണ് മൊത്തം. എൻ്റെ മൊഹിസാനം അടക്കലാണ് പണി. ഓ ഇതിലാണ് ഇവർ ദൈവമേ ऑल इंडिया यात्रा में भैया जी. हाँ भैया की नाम अच्छा से बोलो. नाम भैया दीपक राज मेरा. दीपक राज. घर किधर है? घर है इधर जम्मू कश्मीर कठुआ में. ये लोड किधर का? कठुआ का. हाँ कैसे लाइलैंड अच्छा है टाटा अच्छा है? लेलैंड भी अच्छा है, टाटा अच्छा है. लेलैंड बढ़िया मस्त गाड़ी. क्या है? प्यारी गाड़ी, मस्त चलाने को मजा आता है. टाटा भी बढ़िया. अच्छा എന്നെ പോലെ ആണല്ലോ, സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അത് നല്ലതാണ്. കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇത് ഫുൾ കിടക്കാനാണ്. സോനെ के लिए पंखा किधर है? हाँ पंखा इधर लगाया. नहीं चाहिए. मैं पूछेगा. എല്ലാം വയർ കണക്ഷൻ ആട്ടോ. അങ്ങനെ വയർ കൊടുത്തേക്കുവാണ്. ഇതാണ് ഗ്ലാസ്. श्रीनगर भी जाते हैं. ശ്രീനഗർ.
जम्मू श्रीनगर आज आएगा और कल आएगा कल जाऊंगा श्रीनगर കല്ലായ നാളെ എത്തുന്നുണ്ട് ഈ ലോറിയിൽ നിന്ന് സാധനം ഇറങ്ങാണ്ട് ഇത് കണ്ടോ ലിവിനെ ആ ഈ ടാറ്റയുടെ സാധനത്തിന് സാധനം ഇറങ്ങാണ്ട് വയറോണാ सरिया वाली गाड़ी है वो ആ वो टाटा का गाड़ी है ना हाँ वो टाटा वो लैलैंड का वो तेल बढ़िया कौन सा है का किलोमीटर ले लैंड बढ़िया मस्त गाड़ी है ലൈലാൻഡ് ആദ്യമായിട്ട് ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞേക്കുന്നല്ലേ ഇവിടെ അതെ ഇവനെ ഇവരും പഠിച്ചു പണ്ടൊക്കെ എന്ത് ആണേലും ഇവർ കയറി ഇന്ന് ഓടിക്കുമായിരുന്നു ഇപ്പം പറ്റൂല वो टाटा बहुत कंप्लेंट है ना भैया कंप्लेंट ही ज्यादा है ना टाटा टाटा का में खर्चा बहुत है वो केरला में ടാറ്റാ नहीं ലൈലാൻഡ് ഉള്ളി ലൈലാൻഡ് ഓളി उधर उधर आपके उधर ले लैंड ही चलती है केरला में കേരള में അത് ഗീർ വീഴാൻ ഭയങ്കര പാടാണ് ടാറ്റയ്ക്ക് അല്ലേ ആ ഇതിന് അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവനോടത് മാറ്റിയായിരുന്നേ പോവായിരുന്നു കേട്ടോ ആ ഇവിടെ കയറ്റുന്നതിന് പൈസ കൊടുക്കണം എവിടെ ദേ അവർക്ക് പൈസ കയറ്റിയതിന് 200 രൂപ കൊടുക്കണം അത് അവർക്ക് അവരെല്ലാം ചായ കുടിക്കാൻ. പിടിച്ചെത്തിയത്. ആ ചായ കുടിക്കാൻ എല്ലാ വണ്ടിയും കൊടുക്കണം 100 രൂപ കൊടുത്താൽ മതി. ഇരിക്കുന്നത് 200 രൂപ 200 രൂപ നമുക്ക് അവിടെ ചോക്കിലേക്ക് നിസ്സാര ദൂരമുള്ളൂ കേട്ടോ ഉള്ളൂ ഇപ്പം ചെന്ന് ഒരു സാധനം തിന്നാൻ കിട്ടത്തില്ല കാരണം എല്ലാം രാത്രി ഇവിടെ ഓപ്പൺ ആണ് ഇതാ ഇങ്ങോട്ട് നമുക്ക് പോകണ്ട നമ്മളെ ചോക്കിലാണ് പുള്ളിക്കാരൻ ഇറക്കി വിടുക അപ്പോൾ ഇവിടെ ഈ പെയിന്റിങ് എല്ലാ സെറ്റപ്പ് कल डालोगे कल आएगा कल कितना 9 o'clock गाइस आएगा अब शायद आएगा आओ आओ वो आदमी आएगा अच्छा ക്ലീനറാ ഗൈസ് ഈ പുള്ളി ഈ സാധനങ്ങളില്ലേ ഇതിൻ്റെ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ അതിൻ്റെ ആളാണ് ഈ പുള്ളി കേട്ടോ പുള്ളിക്കാരൻ ജമ്മു വേണോ ആ ജമ്മുക്കാരനാണ് പുള്ളിക്കാരനും അപ്പോൾ നേരെ നമ്മൾ ലോറിയിൽ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഓ ഓണത്തിനിടെ പൂട്ടുന്നത് ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാലിയനിലും പിന്നെ അതേപോലെ തന്നെ ഇതിലും കയറ്റുന്നത് കേട്ടോ അതായത് ടാറ്റയിലൊക്കെ. ആ കുഴലിൻ്റെ അതിൻ്റെ സാധനമാണ് ആ ട്രിക്കുകൾ അതുകൊണ്ട് ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ഇത്രയും പൈസയൊക്കെ പണ്ടത്രയും പൈസയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഓ, ഈ ചൂടത്ത് പുള്ളി ഇരുന്ന് ഓടിക്കുന്ന നോക്കിയേ വേറെ വല്ലതാണ് ഇറങ്ങി പോയാന് കഴിച്ചിനിപ്പോൾ അവിടെ കൊണ്ട് ഇറക്കി വിട്ടു റോഡിൻ്റെ നടുക്ക് ഇറക്കിയ സർക്കസ് അണ്ണൻ പിടിച്ചേ ഇത് പിടിച്ചേ ചാടിക്കോ കേട്ടോ ഒന്നും നോക്കണ്ട ചാടിക്കോ എതിർച്ചയാവോ അച്ഛാ അച്ഛാ നിന്റെ ഫോണെല്ലാം കയ്യിലില്ലേ ആ എൻ്റെ പറഞ്ഞല്ലേ ഉള്ളൂ ആ ആ ഗൈസ് എന്തായാലും ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ എടുത്ത് റൂമിൽ പോകാം ഓ ഒമാറ ഹോണടിയാണ് സമ്മതിക്കാൻ പറ്റാത്ത ആയിഷാൻ ഭാഗം അല്ലേ രക്ഷപ്പെട്ട് വരും രക്ഷപ്പെട്ട് വരും നീ കൊട്ടാനിനെ പറ്റിയാവൂ ഗൈസ് അമ്പോ ലോഡ് നോക്കിയാൽ നിങ്ങൾ അല്ല ഇരുമ്പും കാട്ടെ എന്നിട്ട് ആ വണ്ടി തുള്ളുവാന്ന് പറഞ്ഞാൽ കാലിക്കപ്പം എന്തായിരിക്കും ഇവിടെ അവസ്ഥ ഇത് വെയിറ്റ് ഇല്ല ഇവനെ ഏ? ഇത് കൊള്ള സാധനം അത് നല്ല വെയിറ്റുള്ള സാധനം അല്ലത് ബാ, അപ്പുറം നിൽക്കാം അവിടെ ഇനി ബസ് സ്റ്റാൻഡ് ഇവർക്ക് എബിനെ ആ ഒരു സംഭവം ഉണ്ട് ഞാൻ 1000 രൂപ എന്തിയെ ഈശ ഉണ്ട് ആ ഞാൻ നോക്കിയിട്ടേ ആ ആ കത്തിയിട്ട് അവർക്ക് വിഷമം ആ ഇവർക്ക് സന്തോഷം കാര്യം എന്നാ ഇവർക്ക് ലോഡ് കിട്ടും അതെ ആ ഇന്ന് ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടി ഗൈസ് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് ഇന്ന് ഫ്രണ്ടിൽ സ്ഥലം കിട്ടി ലിവിൻ ബേക്ക് ഇരിപ്പുണ്ട് 20 രൂപ ഇത്രയും ദിവസം ഊമ്പൽ പറ്റിയെന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടു അപ്പോൾ നമ്മളെ സർദാർജി നേരെ ഫ്രണ്ടിൽ കൊണ്ടുവിടും ഹായ് സർദാർജി ഹായ് ഗൈസ് 20 രൂപ ഉള്ളൂ കേട്ടോ നമുക്കിനി ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഒരു 5 കിലോമീറ്റർ എന്തായാലും ഉണ്ട് 5 കിലോമീറ്റർ എന്താണ് സ്റ്റാൻഡിലോട്ട് ആ ഗൈസ് ഇത്രയും ദൂരം ഉണ്ട് ഗൈസ് ഇത്രയും ദിവസം നമ്മളെ പറ്റിക്കുവനെ ഇവിടെ മൈക്ക് വീണ് പോയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വീണു അതിൻ്റെ പണ്ടാരം ഒന്നും പറയണ്ട അതിന് പോയ ഭാഗ്യത്തിന് പൊട്ടാതെ കൈ കിട്ടി